Hi all, Analog Circuits in the previous year gate questions in the solution class ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. Analog Circuits ൽ നിന്ന് previous year gate ചോദിച്ചിട്ടുള്ള questions ആണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു Analog Circuits നെ നമ്മൾ 7 chapters ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ ആണ് OPAMP application. So we will be discussing the previous year gate questions from this chapter OPAMP application. Next we are going to discuss some previous year gate questions from OPAMP. OPAMPിൽ നിന്ന് പ്രീവിയസ് ഇയർ ഗേറ്റിന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഐഡിയൽ OPAMP ഹാസ് ദി ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ്. ഐഡിയൽ OPAMPിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് വാല്യൂസ് ആണ് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇൻപുട്ട് ഇംപിഡൻസ്, അതുപോലെ തന്നെ ഓപ്പൺ ലൂപ്പ് ഗെയിന്, ഔട്ട്പുട്ട് ഇംപിഡൻസ്. ഈ 3 പാരാമീറ്റേഴ്സിൻ്റെ വാല്യൂ ആണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആൾറെഡി അറിയാം 7 ക്യാരക്ടറിസ്റ്റിക് പോയിന്റ്സ് നമ്മുടെ കയ്യിലുണ്ട്. സോ നമ്മൾ ഇൻപുട്ട് ഇംപിഡൻസിൻ്റെ കേസിൽ ഐഡിയൽ OPAMPിൻ്റെ വാല്യൂ നമ്മൾ എത്ര പഠിച്ചിരിക്കുന്നത്? ഇൻഫിനിറ്റി ആണ്. ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഉള്ളത് കൊണ്ട് ഇൻപുട്ട് ഇംപിഡൻസ് ഇൻഫിനിറ്റി ആണ്. ഓപ്പൺ ലൂപ്പ് ഗെയിൻ ഫോർ OPAMP, ഐഡിയൽ OPAMPിന് എത്രയാണ് ഓപ്പൺ ലൂപ്പ് ഗെയിന്? ഇൻഫിനിറ്റി ആണ്. ഔട്ട്പുട്ട് ഇംപിഡൻസ് നമ്മളിതിൽ പവർ ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഔട്ട്പുട്ട് ഇംപിഡൻസിൻ്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. സോ ഇൻപുട്ട് ഇംപിഡൻസ് ഇൻഫിനിറ്റി, ഓപ്പൺ ലൂപ്പ് ഗെയിൻ ഇൻഫിനിറ്റി, ഔട്ട്പുട്ട് ഇംപിഡൻസ് 0. സോ ഈ 3 വാല്യൂസും നമുക്ക് ആ ക്യാരക്ടറിസ്റ്റിക്സ് നിന്ന് പിക്ക് ചെയ്യാൻ പറ്റും. സോ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ് ഇതിൽ? ഓപ്ഷൻ എ നോക്കിയേ നിങ്ങൾ. ഇൻപുട്ട് ഇംപിഡൻസ് ഇൻഫിനിറ്റി ആണ്, ഓപ്പൺ ലൂപ്പ് ഗെയിൻ ഇൻഫിനിറ്റി ആണ്, ഔട്ട്പുട്ട് ഇംപിഡൻസ് എത്രയാണ്? 0 ആണ്. സോ ദ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. മൂവിങ് ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സോ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ, ഇഫ് ദ OPAMP ഇൻ ദി ഫിഗർ ഹാസ് ആൻ ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് ഓഫ് 5 millivolt ആൻഡ് ആൻ ഓപ്പൺ ലൂപ്പ് വോൾട്ടേജ് ഗെയിൻ ഓഫ് 10,000, then the output voltage will be. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഈ ഡയഗ്രം നോക്കിക്കോളൂ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പം 2 ഡാറ്റയാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഒന്ന് ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് എത്രയാണ്? 5 millivolt ആണ്. സെക്കൻഡ് ഡാറ്റ ഓപ്പൺ ലൂപ്പ് ഗെയിൻ തന്നിട്ടുണ്ട്, 10,000 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഈ 2 ഡാറ്റ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഡയഗ്രം നോക്കുക. സോ ഈ ഡയഗ്രം നോക്കിയാൽ സർക്യൂട്ട് ഓപ്പൺ ലൂപ്പാണ്, ഫീഡ്ബാക്ക് ഒന്നുമില്ല. ഇൻപുട്ട് സൈഡ് നോക്കിയേ, ഇൻവേർട്ടിങ്ങും നോൺ ഇൻവേർട്ടിങ്ങും ഷോർട്ട് ചെയ്തിരിക്കുകയാണ്. ഷോർട്ട് ചെയ്ത് ഗ്രൗണ്ടിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഇൻപുട്ട് ടെർമിനലിലുള്ള വോൾട്ടേജ് എത്രയാണ്? 0. സോ എക്സ്റ്റേണൽ ഇൻപുട്ട് 0 ആണ്. പക്ഷേ ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് തന്നിരിക്കുന്നത്. സോ എന്താണ് ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ്? ഈ OPAMPിന്റെ ഉള്ളിൽ ഇന്റേണലി ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ് ആണ് ഓഫ്സെറ്റ് വോൾട്ടേജ്. സോ ദാറ്റ് ഓഫ്സെറ്റ് വോൾട്ടേജ് വിൽ ആക്ട് ആസ് ദി ഇൻപുട്ട് വോൾട്ടേജ്. സോ ഇത് നമുക്ക് ഇൻപുട്ട് വോൾട്ടേജ് ആയിട്ട് എടുക്കാം. സോ വാട്ട് ഈസ് ദ ഇൻപുട്ട് വോൾട്ടേജ്? 5 millivolt. സോ നമുക്ക് ഇൻപുട്ട് വോൾട്ടേജും അറിയാം, ഗെയിനും അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ വാട്ട് ഈസ് ഔട്ട്പുട്ട്? ഗെയിൻ ഇൻറ്റു ഇൻപുട്ട്. സോ ഗെയിൻ ഈസ് 10,000. So 10,000 into input. Input is 5 millivolt. So what we will get? We will get 50. 50 ആണ് ആൻസർ. സോ ഓപ്ഷൻ ഡി നോക്കിയേ, +50 വോൾട്ട് ഓർ -50 വോൾട്ട് ആണ് നമുക്ക് ഓപ്ഷൻ ഡി നമുക്ക് തന്നിരിക്കുന്നത്. സോ നമ്മൾ നോർമലി ഓപ്ഷൻ ഡി ആണ് പിക്ക് ചെയ്യുക. പക്ഷെ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു, ട്രാൻസ്ഫർ ക്യാര് ഡിസ്കസ് ചെയ്ത സമയത്ത് OPAMPിന്റെ മാക്സിമം ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ലിമിറ്റഡ് ബൈ ദി പവർ സപ്ലൈ. 50 വോൾട്ട് നമുക്ക് കിട്ടുമോ? ഇല്ല. പവർ സപ്ലൈ വോൾട്ടേജ് എന്താണോ അതാണ് OPAMPിന്റെ മാക്സിമം വോൾട്ടേജ്. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യനിൽ നോക്കിയേ, പവർ സപ്ലൈ വോൾട്ടേജ് എത്രയാണ്? +15 ആൻഡ് -15. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? +15 ആൻഡ് -15 എത്തുന്ന സമയത്ത് ആ ലെവലിൽ വെച്ചിട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് ക്ലിപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. നമുക്ക് 50 വോൾട്ട് കാൽക്കുലേഷനിൽ കിട്ടുന്നു എങ്കിലും നമുക്ക് ഫൈനൽ ഔട്ട്പുട്ടിൽ എത്ര കിട്ടുന്നു? +15 ഓർ -15. സോ ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. Moving to the third question, refer to figure shown below. നിങ്ങൾക്ക് ഒരു ഡയഗ്രാം ഇവിടെ തന്നിട്ടുണ്ട്. ഈ ഡയഗ്രത്തെ ബേസ് ചെയ്തിട്ട് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ VI greater than 0, സെക്കൻഡ് ഓപ്ഷനിൽ VI greater than 0 ആണ്, തേർഡ് ഓപ്ഷനിൽ VI less than 0, ഫോർത്ത് ഓപ്ഷനിൽ VI less than 0. സോ 4 കണ്ടീഷൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. സോ ഈ ഡയഗ്രാം നമുക്ക് നോക്കാം. ഇതിൽ OPAMP ഉണ്ട്, ഇൻപുട്ട് വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇതിൽ 2 ഡയോഡ് ഉണ്ട്. ഞാൻ അതിനെ ജസ്റ്റ് നെയിം ചെയ്യുകയാണ്, D1 D2 എന്ന് പറഞ്ഞിട്ട് ഈ 2 ഡയോഡ്സിനെ ജസ്റ്റ് നെയിം ചെയ്തേക്കാണ്.
ഓക്കെ. സോ വി ഐ ഗ്രേറ്റർ ദാൻ 0, വി ഐ ലെസ് ദാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മളൊരു സൈനസോയിഡൽ സിഗ്നൽ ആണ് ഇൻപുട്ട് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. സോ ദിസ് ഈസ് അവർ ഇൻപുട്ട്. ഓക്കെ. സോ ഇൻപുട്ട് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. ഇൻപുട്ട് ലെസ് ദാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. സോ രണ്ട് ഹാഫ് സൈക്കിളിലും ഈ സർക്യൂട്ടിന് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ ദ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? വി ഐ ഗ്രേറ്റർ ദാൻ 0. So Vi greater than 0 means we are discussing the positive half cycle. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണ് നമ്മൾ വി ഐ ഗ്രേറ്റർ ദാൻ 0ൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വി ഐ ഗ്രേറ്റർ ദാൻ 0ൽ ഈ സർക്യൂട്ടിന് എന്താ സംഭവിക്കുന്നത് നോക്കാം. സോ ഈ ഡയോഡിന്റെ സ്റ്റാറ്റസ് ഒന്ന് നോക്കിയേ. വി ഐ ഗ്രേറ്റർ ദാൻ 0ൽ D1 എന്ന് പറയുന്ന ഡയോഡ് എന്തായിരിക്കും? ഫോർവേഡ് ബയസ് ആയിരിക്കും. സോ D1 ഈസ് ഫോർവേഡ് ബയസ്. സോ വാട്ട് അബൌട്ട് D2? D2 എന്ന് പറയുന്ന ഡയോഡ് എന്തായിരിക്കും? റിവേഴ്സ് ബയസ് ആയിരിക്കും. സോ D2 ഈസ് റിവേഴ്സ് ബയസ്. ഇതാണ് വി ഐ ഗ്രേറ്റർ ദാൻ 0ൽ ഡയോഡിന്റെ സ്റ്റാറ്റസ്. സോ ഫോർവേഡ് ബയസ് മീൻസ് ഡയോഡ് ഈസ് എ സ്വിച്ച്. ഫോർവേഡ് ബയസ് മീൻസ് ഇറ്റ് ഈസ് ഓൺ. സോ നമുക്ക് ഈ D1 എന്നുള്ള ഡയോഡിനെ ഓൺ എന്നുള്ള ഒരു സ്റ്റാറ്റസിൽ എടുക്കാം. D2 എന്നുള്ളത് റിവേഴ്സ് ബയസ് ആണ്, ഓഫ് ആണ്, ഓപ്പൺ സർക്യൂട്ട് ആണ്. സോ ഓൺ ആണ് ഫസ്റ്റ് ഡയോഡ്. സോ D1 ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് ഡയറക്റ്റ്ലി എങ്ങോട്ട് ഷോർട്ട് ചെയ്യാണ്? ഔട്ട്പുട്ടിലേക്ക് ഷോർട്ട് ചെയ്യാണ്. D2 എന്ന് പറയുന്നത് റിവേഴ്സ് ബയസ് ആണ്. സോ ഈ ഒരു പാത്ത് ഓപ്പൺ സർക്യൂട്ട് ആയതുകൊണ്ട് ആ പാത്തിന് ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. സോ ഇൻപുട്ടും ഔട്ട്പുട്ടും ഡയറക്റ്റ് ഷോർട്ട് സർക്യൂട്ട് ആണ് ഇവിടെ ഉള്ളത്. ഇനി നിങ്ങൾ നോക്കിയേ, ഇതിൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ടല്ലോ. നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ട്. സോ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ വി ക്യാൻ യൂസ് ആൻ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് കോൾഡ് വിർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ്. നമുക്ക് വിർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. സോ വാട്ട് ഈസ് മീൻ ബൈ വിർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ്? ഇൻ എ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ സർക്യൂട്ട് ദ വോൾട്ടേജ് അറ്റ് ദി നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ വിൽ അപ്പിയർ അറ്റ് ദി ഇൻവേർട്ടിംഗ്. പ്ലസ്സിലുള്ള വോൾട്ടേജ് എന്താണോ അത് മൈനസിൽ വരും. സോ പ്ലസ്സിലുള്ള വോൾട്ടേജ് എന്താണ് നോക്കിയേ? പ്ലസ് കണക്ട് ചെയ്തിരിക്കുന്നത് ഗ്രൗണ്ടിലേക്കാണ്. സോ പ്ലസ്സിലുള്ള വോൾട്ടേജ് 0. ആ വോൾട്ടേജ് എവിടെ വരും? മൈനസിൽ വരും. സോ മൈനസ് മീൻസ് ഇൻവേർട്ടിംഗ് ടെർമിനൽ. സോ ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് എത്രയാണ്? 0 ആണ്. സോ ഇൻവേർട്ടിംഗ് ടെർമിനൽ ഈസ് ഡയറക്ട്ലി ഷോർട്ടഡ് ടു ഔട്ട്പുട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ടിൽ വരുന്ന വോൾട്ടേജ് എത്രയാണ്? ഔട്ട്പുട്ടിൽ വരുന്ന വോൾട്ടേജ് 0 ആയിരിക്കും. സോ 0 ആണ് ആൻസർ. അതായത് വി ഐ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്ന കണ്ടീഷനിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് 0. സോ ഈ ഓപ്ഷൻ നോക്കിയേ, വി ഐ ഗ്രേറ്റർ ദാൻ 0 ഔട്ട്പുട്ട് ഈസ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ ബി ആണ് കിട്ടുന്നത്. ഓപ്ഷൻ ബി. സോ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഇനി നമ്മൾ നെക്സ്റ്റ് ചെക്ക് ചെയ്യാൻ പോകുന്നത് നെഗറ്റീവ് ഹാഫ് സൈക്കിളിലാണ്. സോ വാട്ട് വിൽ ഹാപ്പൻസ് ഇൻ ദി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ? സോ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഐ ലെസ് ദാൻ 0 ആണ്. സോ വി ഐ ലെസ് ദാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്യൂട്ടിൽ വി ഐ ലെസ് ദാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡയോഡിന് എന്താ സംഭവിക്കുന്നത് നോക്കാം. സോ D1 D2 ഈ രണ്ട് ഡയോഡിൻ്റെയും സ്റ്റാറ്റസ് ഒന്ന് നോക്കാം. സോ വി ഐ ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആണ്. സോ D1 എന്ന് പറയുന്ന ഡയോഡ് എന്തായിരിക്കും? സോ D1 എന്ന് പറയുന്ന ഡയോഡ് എന്തായിരിക്കും? റിവേഴ്സ് ബയസ് ആയിരിക്കും. ആൻഡ് D2 എന്ന് പറയുന്ന ഡയോഡ് എന്തായിരിക്കും? D2 എന്ന് പറയുന്ന ഡയോഡ് ഫോർവേഡ് ബയസ് ആയിരിക്കും. സോ D1 റിവേഴ്സ് ബയസ് ആണ്. സോ നമുക്കിതിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്യാം. കറണ്ട് ഫ്ലോ ഒന്നുമില്ല. D2 ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും. സോ ദർ വിൽ ബി എ കറണ്ട് ഫ്ലോ ഇൻ ദിസ് പാത്ത്. ഓക്കെ. സോ D2 ഷോർട്ട് സർക്യൂട്ട് ആണ്, D1 ഓപ്പൺ സർക്യൂട്ട് ആണ്. അപ്പോൾ ഈ ഡയഗ്രം നോക്കിയേ, ഈ ഡയഗ്രത്തിൽ നമുക്ക് നെഗറ്റീവ് ഫീഡ്ബാക്ക് പാത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? R2 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ഇൻക്ലൂഡ് ചെയ്യുന്ന നെഗറ്റീവ് ഫീഡ്ബാക്ക് പാത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു സർക്യൂട്ട് നോക്കിയാൽ ഇവിടെ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ ഗ്രൗണ്ട് ആണ്, ഇൻവേർട്ടിംഗ് ടെർമിനലിൽ ഇൻപുട്ട് ഉണ്ട്, ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് ഉണ്ട്, ഇൻപുട്ട് റെസിസ്റ്റൻസ് ഉണ്ട്. സോ ദിസ് സർക്യൂട്ട് വിൽ ആക്ട് ആസ് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. ഈ സർക്യൂട്ട് എന്തായിട്ട് ആക്ട് ചെയ്യും? ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഇത് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആയിട്ട് ആക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഗെയിൻ നമുക്കറിയാം. എന്താണ് ഗെയിൻ? നെഗറ്റീവ് ഫീഡ്ബാക്ക് കണ്ടീഷനിൽ, ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ കണ്ടീഷനിൽ എന്താണ് ഗെയിന്? -R2/R1 ആണ് ഇതിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും? വാട്ട് ഈസ് ഔട്ട്പുട്ട് വോൾട്ടേജ്? ഗെയിൻ ഇൻറ്റു ഇൻപുട്ട് അല്ലേ? സോ ഗെയിൻ ഈസ് -R2/R1 ഇൻറ്റു ഇൻപുട്ട്. ഇൻപുട്ട് എന്താണ്? VI. സോ -R2/R1 ഇൻറ്റു VI. സോ ദിസ് ഈസ് ദി ഔട്ട്പുട്ട് വോൾട്ടേജ് എക്സ്പ്രഷൻ. സോ ഫോർ VI ലെസ് ദാൻ 0 ഓപ്ഷൻ സി എന്ന് നോക്കിയേ. For VI less than 0 output is -R2/R1 into VI. സോ ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും കറക്റ്റ് ആണ്. സോ ഒന്നിലധികം ആൻസേഴ്സ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. സോ നമ്മൾ ഗേറ്റിന് ചോദിക്കുന്ന മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻസ് കാറ്റഗറിയിലാണ് ഇത് വരുന്നത്. ഒന്നിലധികം ആൻസേഴ്സ് എന്താണ്? കറക്റ്റ് ആണ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഇൻവേർട്ടിംഗ് OPAMP shown in the figure has an open loop gain of 100. The closed loop gain V0 by Vs is. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ ഡയഗ്രാം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഡയഗ്രാം ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈ ഡയഗ്രാം ഒന്ന് നോക്കിക്കേ. ഈ ഡയഗ്രത്തിൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ടോ? നെഗറ്റീവ് ഫീഡ്ബാക്ക് ഇല്ലേ? നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ട്. ഔട്ട്പുട്ടിൽ നിന്ന് ഇൻപുട്ടിലേക്ക് ഇൻവേർട്ടിങ്ങിലേക്ക് കണക്ഷൻ വരുന്നുണ്ട്. സോ ദർ ഇസ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. ഇൻപുട്ട് സിഗ്നൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഔട്ട്പുട്ടും കിട്ടുന്നുണ്ട്. സോ ദിസ് ഈസ് ദി ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് ആൻഡ് ദിസ് ഈസ് ദി ഇൻപുട്ട് റെസിസ്റ്റൻസ്. സോ ഇത് എന്താണ് സർക്യൂട്ടാണ്? ഈ സർക്യൂട്ട് എന്ത് സർക്യൂട്ടാണ്? ദിസ് സർക്യൂട്ട് ഈസ് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ അല്ലേ? ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ് നമ്മുടെ സർക്യൂട്ട് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. സോ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിന്റെ ഗെയിൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ്. പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരേണ്ട ഇക്വേഷൻ എന്താണ്? ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണെങ്കിൽ ഗെയിനിന്റെ ഇക്വേഷൻ എന്താണ്? ഗെയിനിന്റെ ഇക്വേഷൻ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണെങ്കിൽ -R2 by R1 ആണ് ഗെയിനിന്റെ ഇക്വേഷൻ. സോ R2ന്റെ വാല്യൂ എത്രയാണ്? 10K ആണ് R2ന്റെ വാല്യൂ. R1ന്റെ വാല്യൂ എത്രയാണ്? 1K ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് -10K by 1K. സോ ആൻസർ ഈസ് -10 എന്നുള്ളതാണ് നമ്മുടെ ആൻസർ അല്ലേ? പക്ഷെ ഇതിൽ ആൻസർ -10 ഓപ്ഷൻ സി അവൈലബിൾ ആണ്. പക്ഷേ നിങ്ങൾ ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന എല്ലാ ഡാറ്റാസും ശ്രദ്ധാപൂർവം വായിക്കണം. ക്വസ്റ്റ്യനിൽ ഒരു ഡാറ്റ തന്നിട്ടുണ്ട്. ഓപ്പൺ ലൂപ്പ് ഗെയിൻ എത്രയാണ്? ഓപ്പൺ ലൂപ്പ് ഗെയിൻ ഈസ് 100. ഓപ്പൺ ലൂപ്പ് ഗെയിൻ 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ OPAMP ഐഡിയൽ OPAMP അല്ല. സോ നമുക്ക് ഈ ഇക്വേഷൻ അല്ല നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ഇക്വേഷനിൽ ചെറിയ മോഡിഫിക്കേഷൻ നമ്മൾ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ A- എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -R2 by R1 divided by 1 plus R2 by R1 divided by open loop gain +1. ഈ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ആൻഡ് യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ R2 എത്രയാണ്? 10K ആണ്. R1 എത്രയാണ്? 1K ആണ്. ഓപ്പൺ ലൂപ്പ് ഗെയിൻ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ് ഓപ്പൺ ലൂപ്പ് ഗെയിൻ്റെ വാല്യൂ? ക്വസ്റ്റ്യനിൽ 100 എന്ന് തന്നിട്ടുണ്ട്. സോ ഇത് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് -9 ആണ് നമുക്ക് കിട്ടുന്നത്. സോ നമ്മളെല്ലാവരും പെട്ടെന്ന് പിക്ക് ചെയ്യുന്നത് ഓപ്ഷൻ സി ആണ്. പക്ഷെ ഓപ്ഷൻ സി ഈസ് റോങ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. On moving to the next question, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. The OPAMP of the figure shown below has a very poor open loop voltage gain of 45 but is otherwise ideal. The gain of the amplifier equals. അതായത് ഈ ആംപ്ലിഫയറിന്റെ ഗെയിൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊരു ആംപ്ലിഫയർ ആണെന്നുള്ളത് അറിയാം അല്ലേ? ഇതൊരു ആംപ്ലിഫയർ ആണെന്നുള്ളത് നമുക്ക് അറിയാം. സോ ഇതിന്റെ ഓപ്പൺ ലൂപ്പ് ഗെയിൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 45 ആണെന്നുള്ളത് ഓപ്പൺ ലൂപ്പ് ഗെയിൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ ഇതൊരു ആംപ്ലിഫയർ ആണെങ്കിൽ ഇത് എന്ത് ആംപ്ലിഫയർ ആണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. എവിടെയാണ് ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത്? ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത് പ്ലസ് ടെർമിനലിലാണ്. പ്ലസ് ടെർമിനലിൽ ഇൻപുട്ട് വരുന്നുണ്ട് എങ്കിൽ ആംപ്ലിഫയർ എന്താ ആംപ്ലിഫയർ ആണ്? നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ് വരുന്നത്. നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ് വരുന്നത്. സോ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിന്റെ ഗെയിൻ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ എന്താണ് ഗെയിനിന്റെ എക്സ്പ്രഷൻ? നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിന്റെ ഗെയിനിന്റെ എക്സ്പ്രഷൻ എന്താണ്? A+. വാട്ട് ഈസ് എക്സ്പ്രഷൻ? 1 plus R2 by R1 ആണ് ഗെയിനിന്റെ എക്സ്പ്രഷൻ. R2ന്റെ വാല്യൂ ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് ആണ് R2, ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ് R1. സോ എന്താണ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വരിക? 1 plus 8K by 4K. സോ ആൻസർ നമുക്ക് എന്ത് കിട്ടും? 5 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. സോ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ എ ആണ് വരുന്നത്. ഓപ്ഷൻ എ എത്രയാണ്? 5 ആണ് ആൻസർ. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ എഗെയിൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓപ്പൺ ലൂപ്പ് ഗെയിൻ എത്രയാണ്? 45 ആണ്. ഓപ്പൺ ലൂപ്പ് ഗെയിൻ 45 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ OPAMP ഐഡിയൽ ആണോ? ഐഡിയൽ അല്ല. ഐഡിയൽ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട എക്സ്പ്രഷൻ A+ is equal to 1 plus R2 by R1 divided by 1 plus R2 by R1 divided by open loop gain +1. ഈ ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതിൽ ഓപ്പൺ ലൂപ്പ് ഗെയിൻ 45 ആണ് തന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ 45 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. R2ന്റെ വാല്യൂ എത്രയാണ്? R2ന്റെ വാല്യൂ 8K ആണ്. R1ന്റെ വാല്യൂ എത്രയാണ്? 4K ആണ്. ഇത് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 4.5. ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്?
4.5 ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഓൺ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൻ OPAMP has a finite open loop voltage gain of 100. Its input offset voltage VIOS equal to plus 5 millivolt is modeled as shown in the circuit below. The amplifier is ideal in all other respects. V input is 25 millivolt. Question എന്ന് പറയുന്നത് the output voltage express it in millivolt is dash. ഇത് ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, ഓൺ സ്ക്രീൻ കീബോർഡ് വെച്ചിട്ട് ഇവിടെ എൻ്റർ ചെയ്യണം. അപ്പം നമുക്ക് ഇതൊരു ആംപ്ലിഫയർ ആണെന്ന് അറിയാം. ആംപ്ലിഫയറിൻ്റെ ഓപ്പൺ ലൂപ്പ് ഗെയിനിൻ്റെ വാല്യൂ നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഓപ്പൺ ലൂപ്പ് ഗെയിൻ എന്ന് പറയുന്നത് 100 ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇത് എന്ത് ആംപ്ലിഫയർ ആണെന്നുള്ളത് ആദ്യമേ ഐഡന്റിഫൈ ചെയ്യണം. എന്ത് ആംപ്ലിഫയർ ആണെന്നുള്ളത് നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? ഇൻപുട്ട് നമ്മൾ നോക്കിയേ, എവിടെ കൊടുത്തിരിക്കുന്നത്? പ്ലസ് ടെർമിനലിലാണ് ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത്. സോ ദിസ് ഈസ് നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണെങ്കിൽ ഗെയിനിന്റെ ഇക്വേഷൻ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് A പ്ലസ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് R2 ബൈ R1 ആണ് നോർമൽ ഇക്വേഷൻ, ഗെയിനിന്റെ ഇക്വേഷൻ. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓപ്പൺ ലൂപ്പ് ഗെയിൻ 100 ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ OPAMP ഐഡിയൽ അല്ല. സോ ഗെയിനിന്റെ എക്സ്പ്രഷനിൽ ഡിനോമിനേറ്റർ ടേമും കൂടെ വരും. സോ 1 പ്ലസ് R2 ബൈ R1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് R2 ബൈ R1 ഡിവൈഡഡ് ബൈ ഓപ്പൺ ലൂപ്പ് ഗെയിൻ പ്ലസ് 1. ഇതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ R2 എത്രയാണ്? 15K. R1 എത്രയാണ്? 1K. ഇത് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി വാല്യൂ ഓഫ് ഗെയിൻ ആസ് 13.79. ഇതാണ് ഗെയിനിൻ്റെ വാല്യൂ. നമുക്ക് കണ്ടുപിടിക്കേണ്ട പാരാമീറ്റർ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കുക? ഗെയിൻ ഇൻറ്റു ഇൻപുട്ട് ചെയ്താൽ പോരെ. സോ ഗെയിൻ ഇൻറ്റു ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. സോ വാട്ട് ഈസ് ദ നെറ്റ് ഇൻപുട്ട്? എന്താണ് ടോട്ടൽ ഇൻപുട്ട് എന്നുള്ളത് നോക്കാം. ഇവിടെ നമുക്ക് രണ്ട് കേസാണ്. ഒന്ന് എക്സ്റ്റേണൽ ഇൻപുട്ട് 25 ആണ് തന്നിട്ടുണ്ട്. പിന്നെ ഓഫ്സെറ്റ് വോൾട്ടേജ് ഇന്റേണലി ഡെവലപ്പ് ചെയ്യുന്ന എത്രയാണ്? 5 ആണ്. സോ വാട്ട് ഈസ് ദ നെറ്റ് ഇൻപുട്ട്? സോ നെറ്റ് ഇൻപുട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 25 പ്ലസ് 5 സെയിം പൊളാരിറ്റി ആണ്. രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സോ നെറ്റ് ഇൻപുട്ട് ഈസ് 25 പ്ലസ് 5 30 millivolt ആണ് നെറ്റ് ഇൻപുട്ട് വരുന്നത്. സോ നെറ്റ് ഇൻപുട്ട് നമ്മുടെ കയ്യിലുണ്ട്, ഗെയിൻ നമ്മുടെ കയ്യിലുണ്ട്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ട പാരാമീറ്റർ എന്താണ്? ഔട്ട്പുട്ട് ആണ്. സോ ഔട്ട്പുട്ട് ഈസ് ഇൻപുട്ട് ഇൻറ്റു ഗെയിൻ ആണ്. സോ ഇൻപുട്ട് എന്ന് പറയുന്നത് 30 millivolt ആണ്. സോ ഇൻപുട്ട് ഈസ് 30 millivolt ഇൻറ്റു ഗെയിൻ. ഗെയിൻ ഈസ് 13.79. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് 413.79. ഇത് നമ്മളോട് മില്ലി വോൾട്ടിലാണ് എക്സ്പ്രസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സോ അത്രയും മില്ലി വോൾട്ട് ആണ് ആൻസർ. സോ ഈ ഒരു വാല്യൂ ആണ് 413.79. ഈ ഒരു വാല്യൂ ആണ് നിങ്ങളിവിടെ എൻ്റർ ചെയ്യേണ്ടത്. സോ പ്രീവിയസ് ഇയർ ഗേറ്റിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. അസ്യൂം ദാറ്റ് ദി OPAMP ഓഫ് ദി ഫിഗർ ഈസ് ഐഡിയൽ ഇഫ് VI ഈസ് എ ട്രയാങ്കുലാർ വേവ് ദെൻ V0 വിൽ ബി. അതായത് ഇൻപുട്ട് വേവ് ഫോം എന്ന് പറയുന്നത് ട്രയാങ്കുലാർ ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ നമുക്ക് ഇൻപുട്ട് വേവ് ഫോം നോക്കാം. ഇൻപുട്ട് വേവ് ഫോം ട്രയാങ്കുലാർ വേവ് ഫോം ആണ്. സോ ദിസ് ഈസ് അവർ ഇൻപുട്ട് വേവ് ഫോം. ഇൻപുട്ട് വേവ് ഫോമിൻ്റെ ഒരു സിംഗിൾ സൈക്കിളാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഇൻപുട്ട് വേവ് ഫോം എന്ന് പറയുന്നത്. സോ ഈ ഒരു ട്രയാങ്കുലാർ വേവ് ഫോം ആണ് നമ്മൾ ഈ ഒരു സർക്യൂട്ടിലേക്ക് അപ്ലൈ ചെയ്തിരിക്കുന്നത്. സോ ഇത് OPAMPന്റെ ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ്റെ സർക്യൂട്ട് ഡയഗ്രം ആണ്. ഈ ഒരു സർക്യൂട്ട് നോക്കിയാൽ ഫീഡ്ബാക്കിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, ഇൻപുട്ടിലൊരു കപ്പാസിറ്റർ ഉണ്ട്. സോ ഈ ഒരു സർക്യൂട്ട് ഡിഫറൻഷിയേറ്ററിൻ്റെ സർക്യൂട്ട് ഡയഗ്രം ആണ്. ദി സർക്യൂട്ട് ഈസ് ഓഫ് ഡിഫറൻഷിയേറ്റർ. സോ ഡിഫറൻഷിയേറ്ററിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് മൈനസ് RC dVin by dt ആണ് നമ്മളുടെ ഇക്വേഷൻ. ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ എക്സ്പ്രഷൻ. ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ എക്സ്പ്രഷൻ മൈനസ് RC dVin by dt. അതായത് ഇൻപുട്ട് വേവ് ഫോമിന്റെ ഡിഫറൻഷ്യൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ട് കിട്ടും. സോ ഇൻപുട്ട് വേവ് ഫോം എന്താണ്? ആൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇൻപുട്ട് വേവ് ഫോം എന്താണ്? ട്രയാങ്കുലാർ വേവ് ഫോം ആണ്. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കുലാറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ട്രയാങ്കുലാറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ്
സ്ക്വയർ വേവ്. നമുക്ക് സ്ക്വയർ വേവ് ആണ് ട്രയാങ്കുലാറിനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത്. സോ ഈ ഒരു വേവിനെ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. സോ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് സ്ക്വയർ വേവ് ആയിരിക്കും. സോ ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് സ്ക്വയർ വേവ്. സ്ക്വയർ വേവ് ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളതൊന്ന് നമുക്ക് റീഡ് ഔട്ട് ചെയ്യാം. Given the ideal operational amplifier circuit shown in the figure, indicate the correct transfer characteristics assuming ideal diodes with zero cut-in voltage. അതായത് ഈ ഒരു സർക്യൂട്ട് ഡയഗ്രത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ വാട്ട് ഈസ് മീൻ ബൈ ട്രാൻസ്ഫർ ക്യാര? ഔട്ട്പുട്ട് വോൾട്ടേജും ഇൻപുട്ട് വോൾട്ടേജും തമ്മിലുള്ള ആ ഗ്രാഫിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസ്ഫർ ക്യാര എന്ന് പറയുന്നത്. സോ ഈ ഒരു സർക്യൂട്ട് ഡയഗ്രത്തിന്റെ കറക്റ്റ് ട്രാൻസ്ഫർ ക്യാര ഏതാന്നുള്ളതാണ് 4 ഓപ്ഷനിൽ നിന്ന് നമുക്ക് പിക്ക് ചെയ്യേണ്ടത്. സോ ബിഫോർ ദാറ്റ് ഈ ഒരു സർക്യൂട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഈ ഒരു സർക്യൂട്ട് നിങ്ങൾ നോക്കിയേ, ഈ സർക്യൂട്ടിലുള്ള ഫീഡ്ബാക്ക് ഒന്ന് ഐഡന്റിഫൈ ചെയ്യുക ഫസ്റ്റ്. സോ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടിൽ നിന്ന് ഇൻപുട്ടിലേക്ക് കണക്ഷൻ വരുന്നുണ്ട്, ഇൻപുട്ടിലെ പ്ലസിലേക്കാണ് കണക്ഷൻ വരുന്നത്. സോ ദ ഫീഡ്ബാക്ക് ഈസ് പോസിറ്റീവ് ഫീഡ്ബാക്ക്. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഫീഡ്ബാക്ക് ഏതാണ്? പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഓപ്പാമ്പിന്റെ പോസിറ്റീവ് ഫീഡ്ബാക്ക് അപ്ലിക്കേഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അപ്ലിക്കേഷൻ ഏതാണ്? സ്മിത്ത് ട്രിഗർ ആണ്. സ്മിത്ത് ട്രിഗർ അപ്ലിക്കേഷൻ ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ചെറിയൊരു ചേഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഫീഡ്ബാക്കിൽ നമ്മൾ 2 ഡയോഡ്, 2 പാരലൽ പാത്ത് ഉണ്ട്. വി ആർ യൂസിങ് 2 ഡയോഡ്സ് D1 ആൻഡ് D2. വേറെ വ്യത്യാസമൊന്നുമില്ല, സ്മിത്ത് ട്രിഗർ ആണ്. സോ സ്മിത്ത് ട്രിഗറിൽ ഔട്ട്പുട്ട് വേവ് ഫോം എന്ന് പറയുന്നത് എന്താണ്? സ്ക്വയർ ആയിരിക്കും. സ്മിത്ത് ട്രിഗറിൽ ഔട്ട്പുട്ട് വേവ് ഫോം എന്തായിരിക്കും? സ്ക്വയർ ആയിരിക്കും. സോ +10ഉം -10ഉം, അതായത് പവർ സപ്ലൈ എന്താണോ അതാണ് പോസിറ്റീവ് പീക്കും നെഗറ്റീവ് പീക്കും വരുന്നത്. സോ +10 ആൻഡ് -10 ആണ് നമ്മുടെ സ്ക്വയർ വേവ് ഫോമിന്റെ പീക്ക് വാല്യൂസ് ഔട്ട്പുട്ടിൽ വരുന്നത്. സോ ഈ ഒരു ഡയഗ്രാം വെച്ചിട്ട് നമുക്ക് ഇതിന്റെ കറക്റ്റ് ആൻസർ ഏതാണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. 4 ഓപ്ഷൻസ് ഉണ്ട്. സോ ഇതിൽ സ്മിത്ത് ട്രിഗറിന്റെ 2 ഇമ്പോർട്ടൻറ്റ് ടേം ആണ് UTP, അതുപോലെ തന്നെ LTP. ഈ 2 വോൾട്ടേജ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ട്രാൻസ്ഫർ ക്യാരയിൽ നമ്മൾ UTP LTP ആണ് ഇതിൽ മാർക്ക് ചെയ്യുന്നത്. സോ വി ഹാവ് ടു കാൽക്കുലേറ്റ് UTP ആൻഡ് LTP. സോ എന്താണ് അതിൻ്റെ കാൽക്കുലേഷൻ പ്രൊസീജിയർ എന്നുള്ളതൊന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഞാൻ UTP കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ ഔട്ട്പുട്ട് ഒന്നുകിൽ +10 അല്ലെങ്കിൽ -10. ഫസ്റ്റ് ഓഫ് ഓൾ ഐ ആം ടേക്കിംഗ് ദ ഔട്ട്പുട്ട് ആസ് +10. ഔട്ട്പുട്ട് +10 ആണെന്ന് അസ്യൂം ചെയ്യാം. സോ ഔട്ട്പുട്ട് +10 ആണെങ്കിൽ ഈ 2 ഡയോഡ് D1ഉം D2, ഈ 2 ഡയോഡിൻ്റെയും സ്റ്റാറ്റസ് ഒന്ന് നോക്കാം. D1 എന്ന് പറയുന്ന ഡയോഡ് എന്തായിരിക്കും? D1 എന്തായിരിക്കും? റിവേഴ്സ് ബയസ് ആയിരിക്കും. സോ D1 ഈസ് റിവേഴ്സ് ബയസ്. D2 എന്തായിരിക്കും? D2 എന്ന് പറയുന്ന ഡയോഡ് ഫോർവേഡ് ബയസ് ആയിരിക്കും. ഓക്കെ, സോ ഈ ഒരു കണ്ടീഷനിൽ D2 ഫോർവേഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ D2 എന്നുള്ള ഡയോഡിനെ എന്ത് ചെയ്യാം? ഷോർട്ട് ചെയ്യാം. D1 എന്ന് പറയുന്നത് റിവേഴ്സ് ബയസ് ആണ്. സോ വി ക്യാൻ ഓപ്പൺ സർക്യൂട്ട്. നമുക്ക് ഇതിനിവിടെ എന്ത് ചെയ്യാം? ഓപ്പൺ സർക്യൂട്ട് ചെയ്യാം. ഓപ്പൺ സർക്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അപ്പർ പാത്തിൽ കറണ്ട് ഫ്ലോ ഇല്ല. കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഏത് പാത്തിലൂടെ ആയിരിക്കും? ഈ ഒരു ലോവർ പാത്തിലൂടെ ആയിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുക. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് UTP വോൾട്ടേജ് ആണ്. സോ UTP വോൾട്ടേജ് എന്താണ്? ഈ ഒരു പോയിന്റിൽ വരുന്ന വോൾട്ടേജ് ആണ് UTP വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2K റെസിസ്റ്റൻസിന് അക്രോസ് വരുന്ന വോൾട്ടേജ് ആണ് UTP. സോ ബൈ വോൾട്ടേജ് ഡിവിഷൻ റൂൾ UTP എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? VUTP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +10 × 2K. സോ +10 × 2K ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് 2K പ്ലസ് ഈ ഒരു പാത്തിൽ 0.5K, ദാറ്റ് ഈസ് 2.5K. സോ എത്ര കിട്ടും? 8 വോൾട്ട് ആണ് UTP ആയിട്ട് നമുക്ക് കിട്ടുന്നത്. സോ UTP നമ്മൾ 8 ആയിട്ട് നമുക്ക് കിട്ടി. സോ നമുക്ക് വേണമെങ്കിൽ ആ ഗ്രാഫിൽ UTP 8 ഉള്ള ഗ്രാഫ് ഏതാണെന്നുള്ളത് വേണമെങ്കിൽ ഏത് ഓപ്ഷനാണെന്നുള്ളത് നോക്കാം. സോ ഓപ്ഷൻ ബിയിൽ നമുക്ക് +8 കാണുന്നുണ്ട്. ഓക്കെ, എനിവേ നമ്മൾ LTPയും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഓപ്ഷൻ ഏതാണെന്നുള്ളത് ഫൈനലൈസ് ചെയ്തത്. സോ UTP +8 നമുക്ക് കിട്ടി.
ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഏതാണ്? LTP ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ LTP കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ UTP എത്തുന്ന സമയത്ത് ഔട്ട്പുട്ട് എന്താ ചെയ്യുന്നത്? +10 നിന്ന് -10ലേക്ക് സ്വിച്ച് ചെയ്യും. +10 നിന്ന് ഔട്ട്പുട്ട് -10ലേക്ക് സ്വിച്ച് ചെയ്യും. സോ -10ലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് -10 ആണെങ്കിൽ ഈ രണ്ട് ഡയോഡിന്റെ സ്റ്റാറ്റസ് ഒന്ന് നോക്കാം. D1 D2. സോ D1 എന്തായിരിക്കും? D1 ഈസ് ഫോർവേഡ് ബയസ് ആയിരിക്കും. D2 എന്തായിരിക്കും? D2 ഈസ് റിവേഴ്സ് ബയസ് എന്ന് പറഞ്ഞാൽ ഈ D1 എന്നുള്ള ഡയോഡിനെ നമുക്ക് ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് റീപ്ലേസ് ചെയ്യാം. D2 എന്നുള്ള ഡയോഡ് എന്തായിരിക്കും? ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും. So the lower path, we can eliminate this path. There is no current flow through this resistance 0.5K. So ഈ അപ്പർ പാത്ത് മാത്രമേ ഉള്ളൂ, കറണ്ട് ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, ഇനി LTP ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ LTP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ഒരു പോയിന്റിൽ വരുന്ന വോൾട്ടേജ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LTP മീൻസ് വോൾട്ടേജ് അക്രോസ് ദിസ് 2K. ഈ 2Kക്ക് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് LTP. ഇനി നമുക്ക് LTP കാൽക്കുലേറ്റ് ചെയ്യാം. സോ LTP കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2Kക്ക് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഐ ആം ഗോയിങ് ടു കാൽക്കുലേറ്റ് LTP വോൾട്ടേജ്. സോ LTP എന്തായിരിക്കും? VLTP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗെയിൻ വോൾട്ടേജ് ഡിവിഷൻ റൂൾ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. സോ വോൾട്ടേജ് ഡിവിഷൻ റൂൾ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ VLTP -10 ഇൻറ്റു 2Kക്ക് അക്രോസ് ഉള്ളതാണ്. സോ ഇൻറ്റു 2K ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ഈ ഒരു പാത്താണല്ലോ നമ്മൾ എടുക്കുന്നത്. സോ ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയായിരിക്കും? 2K + 2K 4K ആയിരിക്കും. സോ ആൻസർ എന്താ വരിക? -5 ആയിരിക്കും ആൻസർ വരുന്നത്. -5 വോൾട്ട്. സോ LTP -5ഉം UTP +8 ആണ്. സോ ഈ ഒരു ഗ്രാഫിൽ അതിന് മാച്ച് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണെന്ന് നോക്കാം. UTP +8, LTP -5. സോ ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓപ്ഷൻ B. ഇനി ട്രാൻസ്ഫർ ക്യാരിയയിൽ നമ്മളുടെ പീക്ക് വാല്യൂ -10ഉം +10 ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ +10 -10 ആണ് അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് പീക്ക്. UTP +8, LTP -5. സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കാം. ദ സർക്യൂട്ട് ഓഫ് ഫിഗർ യൂസസ് ആൻ ഐഡിയൽ OPAMP ഫോർ സ്മോൾ പോസിറ്റീവ് വാല്യൂസ് ഓഫ് Vin. ദ സർക്യൂട്ട് വർക്ക്സ് ആസ്. ഇത് എന്ത് സർക്യൂട്ടാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻ ഉണ്ട്. ഹാഫ് വേവ് റെക്ടിഫയർ ആണോ, ഡിഫറൻഷിയേറ്റർ ആണോ, ലോഗ് ആംപ്ലിഫയർ ആണോ, എക്സ്പോണൻഷ്യൽ ആംപ്ലിഫയർ ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആപ്ലിക്കേഷൻ ആണ് OPAMPന്റെ. ആൻഡ് ദിസ് സർക്യൂട്ട് ഈസ് കോൾഡ് ലോഗ് ആംപ്ലിഫയർ. ഈ സർക്യൂട്ടിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ലോഗ് ആംപ്ലിഫയർ. എങ്ങനെയാണ് ഇത് ഐഡന്റിഫൈ ചെയ്യുക? ഡയോഡ് എന്ന് പറയുന്ന കമ്പോണന്റ് ആണ് ഉള്ളത്. ഡയോഡ് ഫീഡ്ബാക്ക് പാത്തിലാണെങ്കിൽ ലോഗ് ആംപ്ലിഫയർ ആണ്. ഡയോഡ് ഇൻപുട്ട് പാത്തിലാണ് ഡയോഡ് എങ്കിൽ ഇറ്റ് ഈസ് ആന്റി ലോഗ് ആംപ്ലിഫയർ അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ ആംപ്ലിഫയർ ആണ്. ഇനി ഇതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ എക്സ്പ്രഷൻ Vout ഈസ് ഈക്വൽ ടു -VT ln Vin ഡിവൈഡഡ് ബൈ റിവേഴ്സ് സാച്ചുറേഷൻ കറന്റ് IS ഇൻറ്റു R. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ദി ലോഗരിതം ഓഫ് ദി ഇൻപുട്ട് വോൾട്ടേജ്. സോ ഇൻപുട്ടിൽ ഉള്ള വോൾട്ടേജിന്റെ ലോഗരിതം ആയിരിക്കും, ഇൻപുട്ട് വോൾട്ടേജിന്റെ ലോഗരിതം ആയിരിക്കും ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിട്ട് കിട്ടുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ലോഗരിതമിക് ആംപ്ലിഫയർ. ഓപ്ഷൻ C ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നമുക്ക് റീഡ് ഔട്ട് ചെയ്യാം. ഇഫ് ദി ഡിഫറൻഷ്യൽ വോൾട്ടേജ് ഗെയിൻ ആൻഡ് ദി കോമൺ മോഡ് voltage gain of a differential amplifier are 48 dB and 2 dB respectively, then its common mode rejection ratio is CMRR ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. CMRR കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ CMRR ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് മീൻ ബൈ CMRR? കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ഡിഫറൻഷ്യൽ ഗെയിൻ ടു കോമൺ മോഡ് ഗെയിൻ. ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ. ഇനി ഓപ്ഷൻ നമ്മൾ നോക്കിയാൽ
യൂണിറ്റ് ഡി ബിയിലാണ് തന്നിരിക്കുന്നത്. ഡി ബിയിലാണ് 4 ഓപ്ഷനും. അപ്പോൾ ഇത് നോർമൽ CMRR ആണ്, യൂണിറ്റ്ലെസ് ആണ്. ഇനി ഇതിനെ ഡി ബിയിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ 20 log എടുക്കണം. സോ 20 log GD by GC ചെയ്ത് കഴിഞ്ഞാൽ CMRR ഇൻ DB നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം അതിനു വേണ്ടി ക്വസ്റ്റ്യനിൽ അവർ തന്നിരിക്കുന്ന ഡാറ്റ നോക്കാം. ഡിഫറൻഷ്യൽ വോൾട്ടേജ് ഗെയിൻ. ഡിഫറൻഷ്യൽ വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GD, അതിൻ ഡി ബിയിലാണ് തന്നിരിക്കുന്നത്. സോ ഡിഫറൻഷ്യൽ വോൾട്ടേജ് ഗെയിൻ ഇൻ ഡി ബി എത്രയാണ്? 48 ആണ്. 48 dB ആണ് നമുക്ക് തന്നിരിക്കുന്നത്. കോമൺ മോഡ് വോൾട്ടേജ് ഗെയിൻ അതും ഡി ബിയിലാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് 2 dB. അങ്ങനെയാണെങ്കിൽ CMRRന്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ 20 log GD by GCയിൽ ഇവിടെ GD എന്ന് പറയുന്നത് നോർമൽ GD ആണ്, ഡെസിബലിൽ ഉള്ളതല്ല, യൂണിറ്റ്ലെസ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഗെയിൻ ആണ്. ഇവിടെ GC എന്ന് പറയുന്നത് കോമൺ മോഡ് ഗെയിൻ ആണ്, യൂണിറ്റ്ലെസ്, DB അല്ല. ഈ 48 dBയും 2 dBയും നിങ്ങൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. അത് യൂണിറ്റ്ലെസ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഗെയിനും കോമൺ മോഡ് ഗെയിനുമാണ് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ 20 log GD by GCനെ ഞാൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാണ്. ലോഗ് എ ബൈ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗ് എ മൈനസ് ലോഗ് ബി ആണ് വരുന്നത്. സോ ഞാൻ ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? 20 log GD മൈനസ് 20 log GC എന്ന് എഴുതാം. ശരിയല്ലേ? ലോഗ് എ ബൈ ബി, ലോഗ് എ മൈനസ് ലോഗ് ബി. 20 log GD ആണ് ആക്ച്വലി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന 48 dB. 20 log GC ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന 2 dB. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ ദിസ് ഈസ് 48 മൈനസ് ദിസ് ഈസ് 2. സോ 48 മൈനസ് 2 എത്രയാണ്? 46 ആൻഡ് ദ യൂണിറ്റ് ഈസ് ഡെസിബൽ. സോ 46 dB. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ഒന്ന് നോക്കിയേ. 46 dB ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. നിങ്ങളിതിൽ തെറ്റ് വരുത്താനുള്ള ഒരു ചാൻസ് എന്താ വെച്ചാൽ ഡയറക്റ്റ് GD by GCയുടെ അവിടെ ഈ 48 dBയും 2 dBയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. GD by GC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ്ലെസ് ഗെയിൻ ആണ്. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന യൂണിറ്റ് പ്രത്യേകം ശ്രദ്ധിക്കണം. ആൻസർ 46 dB ആണ്. സോ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. The CMRR of the differential amplifier of the figure shown below is equal to. ഈ ഒരു ഡയഗ്രാം ഇതിൻ്റെ CMRR ആണ് ചോദിച്ചിരിക്കുന്നത്. ഡയഗ്രാം ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ ഡയഗ്രാം ആണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൽ 2 ഇൻപുട്ട് ഉണ്ട്, V1 V2 അല്ലേ? അപ്പോൾ ഇതിൻ്റെ CMRR ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഇൻഫിനിറ്റി, 0, 1000, 1800. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. യൂണിറ്റ്ലെസ് ആയിട്ടാണ് ഓപ്ഷൻസ് ഉള്ളത്, ഡെസിബൽ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് CMRR എന്താണ്? ഏതാ കണ്ടുപിടിക്കേണ്ടത്? CMRR കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിഫറൻഷ്യൽ ഗെയിൻ ഡിവൈഡഡ് ബൈ കോമൺ മോഡ് ഗെയിൻ. ഇതാണ് ഇക്വേഷൻ. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, AD by ACM എന്ന് എഴുതാം. ഡിഫറൻഷ്യൽ ഗെയിൻ ബൈ കോമൺ മോഡ് ഗെയിൻ. 2 റെപ്രസെൻറ്റേഷനും സെയിം തന്നെയാണ്. സോ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ GD കണ്ടുപിടിക്കണം, GC കണ്ടുപിടിക്കണം. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ സൂപ്പർ പൊസിഷൻ തിയറത്തിൻ്റെ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് GD GC നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ സൂപ്പർ പൊസിഷൻ തിയറം എന്താണെന്നുള്ളത് നമുക്കറിയാം. ഒന്നിലധികം ഇൻപുട്ട് വരുന്ന കേസിൽ നമ്മൾ ഓരോ ഇൻപുട്ടായിട്ട് എടുത്തിട്ട് അനലൈസ് ചെയ്യാണ് ചെയ്യുക. സോ ഇവിടെ V1ഉം V2 ഉണ്ട്. ഞാൻ ഫസ്റ്റ് V1 മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുക. V2 ഈസ് നെഗ്ലക്റ്റഡ്, അല്ലെങ്കിൽ V2 നമ്മൾ 0 ആയിട്ട് എടുത്തു. സോ ഈ ഒരു കണ്ടീഷനിൽ V1 മാത്രമേ ഉള്ളൂ എങ്കിൽ ഇതെന്ത് സർക്യൂട്ടാണ്? V1 മാത്രമേ ഉള്ളൂ എങ്കിൽ ഈ ഇൻപുട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നത് ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്കാണ്. സോ ഇത് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. സോ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണെങ്കിൽ നമുക്ക് ഗെയിനിനെ A മൈനസ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. സോ A മൈനസ് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ഗെയിൻ എന്താണ്? മൈനസ് RF ബൈ RI. RF എത്രയാണ്? 90K ആണ് RF.
Ri എത്രയാണ് 1k ആണ്. So what is the answer? Minus 90k by 1k. എത്ര കിട്ടും? Minus 90 ആണ് ആൻസർ. A മൈനസ്. അപ്പോൾ കേസ് 1 കഴിഞ്ഞു. ഇനി നമ്മൾ സൂപ്പർ പൊസിഷനിൽ സെക്കൻഡ് കേസ് എടുക്കുകയാണ്. സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ റിവേഴ്സ് കേസ്. സോ സെക്കൻഡ് കേസ് എടുക്കുകയാണ്. സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V1 നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്നു, V2 എടുക്കുന്നു. നേരെ ഓപ്പോസിറ്റ് കേസ്. V1 ഈസ് ടേക്കൺ ആസ് 0, V2 ഈസ് ഹാവിങ് സം വാല്യൂ. സോ V2 അപ്ലൈ ചെയ്തിരിക്കുന്നത് നോൺ ഇൻവേർട്ടിങ്ങിലാണ്. ഇവിടെ എക്സ്ട്രാ ഒരു വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് ഉണ്ട്. ഒരു വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് എക്സ്ട്രാ ഉണ്ട്. സോ V2വിൻ്റെ ഒരു ഫ്രാക്ഷൻ ആയിരിക്കും നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ എത്താൻ പോകുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഇത് എന്ത് ആംപ്ലിഫയർ ആയിരിക്കും? ഈ ആംപ്ലിഫയർ എന്തായിരിക്കും? നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആയിരിക്കും. സോ അതിൻ്റെ ഗെയിനെ A പ്ലസ് എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. A പ്ലസ് ഗെയിനെ ഞാൻ A പ്ലസ് എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. സോ A പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആവുന്ന സമയത്ത് 1 പ്ലസ് RF/RI ആണ്. RF എത്രയാണ്? 90k ആണ്. RI എത്രയാണ്? 1k ആണ്. സോ 1 പ്ലസ് 90k/1k. ഇതാണ് നോർമൽ ഇക്വേഷൻ. പക്ഷേ ഇവിടെ ഒരു വോൾട്ടേജ് ഡിവൈഡർ ഉള്ളത് കൊണ്ട് ആ ഒരു റേഷ്യോ കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. സോ ഇൻറ്റു 100k ഡിവൈഡഡ് ബൈ 100k പ്ലസ് 1k എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 101k ആണ് ഡിനോമിനേറ്ററിൽ വരുന്നത്. സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് A പ്ലസിന് കിട്ടുന്ന വാല്യൂ 90.09 ആണ്. 90.09. സോ A മൈനസ് -90, A പ്ലസ് 90.09. സോ സൂപ്പർ പൊസിഷനിൽ 2 കേസ് എടുത്തു. 2 കേസിലുള്ള ഗെയിന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനിയാണ് നമ്മൾ ഡിഫറൻഷ്യൽ ഗെയിനും കോമൺ മോഡ് ഗെയിനും കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഡിഫറൻഷ്യൽ ഗെയിൻ എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ഡിഫറൻഷ്യൽ ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻഷ്യൽ ഗെയിൻ ദാറ്റ് ഈസ് GD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A പ്ലസ് മൈനസ് A മൈനസ് ബൈ 2. A പ്ലസ് മൈനസ് A മൈനസ് ബൈ 2. A പ്ലസ് നമ്മുടെ കയ്യിലുണ്ട് 90.09 ആണ്. A മൈനസ് നമ്മുടെ കയ്യിലുണ്ട് -90 ആണ്. സോ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 90 കിട്ടും. ഡിഫറൻഷ്യൽ ഗെയിൻ നിങ്ങൾക്ക് എത്ര കിട്ടും? 90 ആണ് കിട്ടുക. A പ്ലസ് 90.09, A മൈനസ് -90 ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 90. അതാണ് ഡിഫറൻഷ്യൽ ഗെയിൻ. ഇനി കോമൺ മോഡ് ഗെയിൻ നോക്കാം. കോമൺ മോഡ് ഗെയിൻ GC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A പ്ലസ് പ്ലസ് A മൈനസ് ആണ്. 2 ഗെയിനും കൂടെ ജസ്റ്റ് ഒന്ന് ആഡപ്പ് ചെയ്താൽ മതി. ഓക്കെ. സോ -90 പ്ലസ് 90.09 ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 0.09. നെക്സ്റ്റ് കോമൺ മോഡ് ഗെയിൻ. കോമൺ മോഡ് ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A പ്ലസ് പ്ലസ് A മൈനസ് ആണ്. A പ്ലസ് 90.09, A മൈനസ് -90. ഇത് രണ്ടും കൂടെ ജസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കോമൺ മോഡ് ഗെയിൻ കിട്ടും. കോമൺ മോഡ് ഗെയിൻ 0.09 ആയിരിക്കും കിട്ടുക. അപ്പോൾ ഡിഫറൻഷ്യൽ ഗെയിനും കിട്ടി, കോമൺ മോഡ് ഗെയിനും കിട്ടി. ദെൻ നമുക്ക് ഈസി ആയിട്ട് CMRR കാൽക്കുലേറ്റ് ചെയ്യാം. എന്താണ്? ഡിഫറൻഷ്യൽ ഗെയിൻ ഡിവൈഡഡ് ബൈ കോമൺ മോഡ് ഗെയിൻ. ദാറ്റ് ഈസ് 90 ഡിവൈഡഡ് ബൈ 0.09. സോ വാട്ട് ഈസ് ആൻസർ? 1000 ആയിരിക്കും ആൻസർ. ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഡെസിബലിലുള്ള CMRR ആണോ ചോദിച്ചിരിക്കുന്നത് അതോ യൂണിറ്റ്ലെസ് ആയിട്ടുള്ള CMRR ആണോ ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത് മാറിപ്പോകരുത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഫിഗർ ഷോൺ ബിലോ, ഇഫ് ദി CMRR ഓഫ് ദി ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഈസ് 60 dB, CMRR 60 dB ആണ്, then the magnitude of output voltage is, അതായത് ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഇത് ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് ഒന്നുമില്ല. കീബോർഡ് യൂസ് ചെയ്ത് നിങ്ങൾ വാല്യൂ എൻ്റർ ചെയ്യണം. സോ ഈ ഒരു ഡയഗ്രാം നമുക്ക് നോക്കാം. കുറച്ച് വലിയൊരു ഡയഗ്രാമായിട്ട് നമുക്കിത് ഫീൽ ചെയ്യുമെങ്കിലും നമുക്ക് ഈ ഡയഗ്രാം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം.
സോ നിങ്ങൾ ഈ ഒരു സെക്ഷൻ എടുത്ത് നോക്കിക്കേ, ഈ ഒരു സെക്ഷൻ റൈറ്റ് സൈഡിലുള്ള ഈ ഒരു ഡയഗ്രം ഒന്ന് നോക്കിക്കേ. സോ ഈ ഒരു ഡയഗ്രം നമ്മൾ ഫെമിലിയർ ആയിരിക്കും. ഇത് എന്തിൻ്റെ ഡയഗ്രാണ്? ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ ഡയഗ്രാണ്. സ്റ്റാൻഡേർഡ് സർക്യൂട്ട് ഡയഗ്രാണ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ. എക്സ്ട്രാ എന്താണ്? നമുക്ക് ഇൻപുട്ട് സൈഡിൽ ഒരു എക്സ്ട്രാ സർക്യൂട്ട് ഉണ്ട്. ആ സർക്യൂട്ട് എന്ത് സർക്യൂട്ടാണ്? ഇറ്റ് ഈസ് എ ബ്രിഡ്ജ് സർക്യൂട്ട്, വീസ്റ്റോൺ ബ്രിഡ്ജ്. സോ ബ്രിഡ്ജ് സർക്യൂട്ട് എക്സ്ട്രാ വന്നിട്ടുണ്ട്, വേറെ വ്യത്യാസമൊന്നുമില്ല. സോ ഇതൊരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ CMRR ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 60 dB. CMRR കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ 60 dB. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. സോ ഞാൻ ആൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ കേസിൽ നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ ഉണ്ട്. ഡിഫറൻഷ്യൽ ഗെയിൻ GD ഇൻറ്റു ഡിഫറൻഷ്യൽ വോൾട്ടേജ് VD പ്ലസ് കോമൺ മോഡ് ഗെയിൻ ഇൻറ്റു കോമൺ മോഡ് വോൾട്ടേജ്. ഇതാണ് ഔട്ട്പുട്ട് വോൾട്ടേജിനുള്ള എക്സ്പ്രഷൻ. സോ ഇത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഫറൻഷ്യൽ ഗെയിൻ അറിയണം, ഡിഫറൻഷ്യൽ വോൾട്ടേജ് അറിയണം, കോമൺ മോഡ് ഗെയിൻ അറിയണം, കോമൺ മോഡ് വോൾട്ടേജ് അറിയണം. ഈ 4 ടേം അറിയണം. പക്ഷെ ഇപ്പോൾ നമുക്ക് 4 ടേം ഇപ്പോൾ അറിയില്ല. അപ്പോൾ 1 by 1 ആയിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. സോ ആദ്യം ഞാൻ ഈ സർക്യൂട്ടിൽ ബ്രിഡ്ജ് സൈഡ് ഒന്ന് അനലൈസ് ചെയ്യാണ്. സോ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ ഈ ഒരു സെക്ഷനാണ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. സോ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ട് ഇതിനെ ഞാൻ V- എന്നെടുത്തു. ഇവിടെ എന്താണ് ഇൻപുട്ട്? V+. ഈ 2 വോൾട്ടേജും മാർക്ക് ചെയ്തിട്ടുണ്ട്, V- V+. അതെന്താന്നുള്ളത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബ്രിഡ്ജ് അനലൈസ് ചെയ്യണം. സോ V- ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. സോ വാട്ട് ഈസ് മീൻ ബൈ V-? V- എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ഒരു പോയിന്റിൽ വരുന്ന വോൾട്ടേജ് ആണ് V-. ഓക്കെ. സോ ആ പോയിന്റിൽ വരുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വോൾട്ടേജ് വിൽ ബി സെയിം ആസ് ദി വോൾട്ടേജ് അറ്റ് ദിസ് പോയിന്റ്. ഈ ഒരു പോയിന്റിലെ വോൾട്ടേജ് തന്നെ അല്ലേ? ഈ പോയിന്റിലെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ദിസ് പോയിന്റ് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ആണ്. സോ ദിസ് പോയിന്റ് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V- എന്ന് പറയുന്നത് വീസ്റ്റോൺ ബ്രിഡ്ജിലെ ഈ റെസിസ്റ്റൻസിന് അക്രോസ് വരുന്ന വോൾട്ടേജ് ആണ്. ഇനി ഇൻപുട്ട് വോൾട്ടേജ് എത്രയാണ്? 2 വോൾട്ട് ആണ് നമുക്ക് ഇൻപുട്ട് വോൾട്ടേജ് ആയിട്ട് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ടോപ്പ് പോയിന്റിൽ 2 വോൾട്ട് ആയിരിക്കും വരുന്നത്. ടോപ്പ് പോയിന്റിൽ 2 വോൾട്ട് ആയിരിക്കും വരിക. സോ എല്ലാം ഈക്വൽ റെസിസ്റ്റൻസ് ആണ്. സോ ടോപ്പ് പോയിന്റ് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് വോൾട്ടേജ് എത്രയാണ്? 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ റെസിസ്റ്റൻസിന് അക്രോസ് 1 ആയിരിക്കും. ഈ R എന്ന് പറയുന്ന റെസിസ്റ്റൻസിന് അക്രോസ് 1 വോൾട്ട് ആയിരിക്കും. ദാറ്റ് മീൻസ് V- ഈസ് 1 വോൾട്ട്. V- എന്താണ്? 1 വോൾട്ട് എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് V- കിട്ടി. ഇനി V+ നോക്കാം. V+ എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിലെ വോൾട്ടേജ് ആണ് V+. സോ ഈ പോയിന്റിലെ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണക്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങോട്ടാണ്. ഈ പോയിന്റിലെ വോൾട്ടേജ് ആണ് V+. ദാറ്റ് പോയിന്റ് വോൾട്ടേജ് മീൻസ് ദാറ്റ് പോയിന്റ് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് V+. സോ അഗെയിൻ ടോപ്പ് പോയിന്റിൽ നമുക്ക് 2 വോൾട്ട് ആണ്. സോ 2 വോൾട്ട് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ആണ് വരുന്നത്. സോ അഗെയിൻ R ആൻഡ് R ആണ് ഉള്ളത്. സോ വോൾട്ടേജ് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും, 1+1 ആയിട്ട് ഡിവൈഡ് ചെയ്യും. ദാറ്റ് മീൻസ് വോൾട്ടേജ് അക്രോസ് ദിസ് റെസിസ്റ്റൻസ് എത്രയായിരിക്കും? 1 വോൾട്ട് ആയിരിക്കും. 1 വോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V+. സോ V+ വി വിൽ ഗെറ്റ് ആസ് 1 വോൾട്ട്. സോ V- V+ഉം 1 വോൾട്ട് നമുക്ക് കിട്ടി. സോ V+ഉം V- ഈക്വൽ ആണ്, രണ്ടും 1 വോൾട്ട് ആണ്. സോ V+ഉം V- കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് VD VC കാൽക്കുലേറ്റ് ചെയ്യാം. അതിനുള്ള ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. VD VC കാൽക്കുലേറ്റ് ചെയ്യാം. സോ വാട്ട് ഈസ് VD? VD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻഷ്യൽ വോൾട്ടേജ് ആണ്. VD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിഫറൻഷ്യൽ വോൾട്ടേജ് ആണ്. സോ ഡിഫറൻഷ്യൽ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 വോൾട്ടേജിൻ്റെയും കൂടെ ഡിഫറൻസ് ആണ്. സോ വാട്ട് ഈസ് ദാറ്റ്? 1 - 1 എത്രയായിരിക്കും? 0 ആയിരിക്കും. ഡിഫറൻഷ്യൽ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V+V-, 2 ഇൻപുട്ട് വോൾട്ടേജിൻ്റെയും കൂടെ ഡിഫറൻസ് നിങ്ങൾ എടുക്കുക. സോ 1 - 1 ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടും. ഇനി ഒരു വോൾട്ടേജും കൂടെ ഉണ്ട്, കോമൺ മോഡ് വോൾട്ടേജ്. കോമൺ മോഡ് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇൻപുട്ടിൻ്റെയും ആവറേജ് ആണ്. 2 ഇൻപുട്ടിൻ്റെയും ആവറേജ് ആണ്. സോ 1 1. സോ 1 + 1/2. 1 + 1/2. 2/2. ദാറ്റ് ഈസ് 1. സോ കോമൺ മോഡ് വോൾട്ടേജ് എത്രയാണ്? 1. ഡിഫറൻഷ്യൽ വോൾട്ടേജ് 0 ആയിട്ട്
കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഇപ്പോൾ ഈ രണ്ട് ടേം നമുക്ക് കിട്ടി, ഡിഫറൻഷ്യൽ വോൾട്ടേജും കോമൺ മോഡ് വോൾട്ടേജും കിട്ടി. ഇനി ഡിഫറൻഷ്യൽ ഗെയിനും കോമൺ മോഡ് ഗെയിനുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, ഈ ഒരു സർക്യൂട്ട്, ഈ ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ട് നമ്മളൊന്ന് അനലൈസ് ചെയ്യുകയാണ് ബൈ യൂസിങ് സൂപ്പർ പൊസിഷൻ തിയറം വെച്ചിട്ട് നമ്മൾ ഈ ഒരു സർക്യൂട്ട് അനലൈസ് ചെയ്യാണ്. സോ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. സോ അതിന് വേണ്ടി നമുക്ക് ഈ ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ സർക്യൂട്ട് ഡയഗ്രാം ഒന്ന് അനലൈസ് ചെയ്യാം. സോ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ സർക്യൂട്ട് നമ്മളൊന്ന് നോക്കുക. ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ സർക്യൂട്ടിൽ എ പ്ലസും എ മൈനസും നമുക്ക് കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് വി മൈനസ് എന്ന് പറയുന്ന ഇൻപുട്ട് മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ അസ്യൂം ചെയ്യാം. വി മൈനസ് മാത്രമേ ഉള്ളൂ. സോ വി മൈനസ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് ആംപ്ലിഫയർ ആണ്? ഇറ്റ് ഈസ് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. സോ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണെങ്കിൽ നമുക്ക് എ മൈനസ് കിട്ടും. എ മൈനസ്. സോ വാട്ട് ഈസ് എ മൈനസ്? എ മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സോ എ മൈനസ് ഈസ് നത്തിങ് ബട്ട് എന്താണ്? മൈനസ് ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് RF ബൈ RI ആണ് എ മൈനസ്. സോ നമുക്കിവിടെ നോക്കാം. RF എത്രയാണ്? 100K. RI എത്രയാണ്? 1K. സോ മൈനസ് 100K ബൈ 1K ദാറ്റ് ഈസ് മൈനസ് 100 ആണ് എ മൈനസ് വരുന്നത്. എ മൈനസ് മൈനസ് RF ബൈ RI. RF ഈസ് 100K, RI ഈസ് 1K. സോ മൈനസ് 100 ബൈ 1K ദാറ്റ് ഈസ് മൈനസ് 100. ഇനി എ പ്ലസ് കണ്ടുപിടിക്കാം. സോ വാട്ട് ഈസ് എ പ്ലസ്? സെക്കൻഡ് കേസ് വി പ്ലസ് എന്ന് പറയുന്ന ഇൻപുട്ട് ഉള്ളൂ എങ്കിൽ ഈ സർക്യൂട്ട് എന്തായിട്ട് ആക്ട് ചെയ്യും? നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആയിട്ട് ആക്ട് ചെയ്യും. അതിൻ്റെ നോർമൽ ഗെയിൻ ഇക്വേഷൻ 1 + RF ബൈ RI ആണ്. പക്ഷേ ഇവിടെ ഈ ഒരു വോൾട്ടേജ് ഡിവൈഡർ ഇവിടെ ഉള്ളത് കൊണ്ട് അതിൻ്റെ എഫക്റ്റും കൂടെ വരും. സോ 1 + RF ബൈ RI. RF ഈസ് 100K ഡിവൈഡഡ് ബൈ RI 1K. ഇതിൻ്റെ കൂടെ എന്ത് ഗുണം വരും? ഈ ഒരു വോൾട്ടേജ് ഡിവൈഡറിൻ്റെ റേഷ്യോ കൂടെ വരും. സോ ഇൻറ്റു 100K ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് 100K + 1K 101K. ഇത് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് 100. സോ എ പ്ലസും എ മൈനസും കിട്ടി. എ പ്ലസും എ മൈനസും കിട്ടി. സോ എ പ്ലസും എ മൈനസും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡിഫറൻഷ്യൽ ഗെയിൻ കോമൺ മോഡ് ഗെയിൻ എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാം. സോ എ പ്ലസ് എ മൈനസിൻ്റെ വാല്യൂ നിങ്ങൾ നോട്ട് ചെയ്യുക. എ പ്ലസ് ഈസ് 100 + 100, എ മൈനസ് ഈസ് -100. ഇനി നമുക്ക് ഡിഫറൻഷ്യൽ ഗെയിൻ കോമൺ മോഡ് ഗെയിൻ എത്രയെന്നുള്ളത് നോക്കാം. ഓക്കെ, സോ ഡിഫറൻഷ്യൽ ഗെയിൻ കോമൺ മോഡ് ഗെയിൻ്റെ വാല്യൂ എത്രയെന്നുള്ളത് നോക്കാം. ഇനി ഡിഫറൻഷ്യൽ ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ പ്ലസ് മൈനസ് എ മൈനസ് ബൈ 2. സോ എന്ത് വരും? 100 മൈനസ് 100 ബൈ 2. സോ 100 + 100 200 ബൈ 2 നമുക്ക് എന്ത് കിട്ടും? 100 കിട്ടും. 100 ആയിരിക്കും ഡിഫറൻഷ്യൽ ഗെയിൻ കിട്ടുന്നത്. നമ്മൾ കോമൺ മോഡ് ഗെയിൻ ഈ ഒരു ഇക്വേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോമൺ മോഡ് ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പ്ലസ് പ്ലസ് എ മൈനസ് ആണ്. സോ 100 പ്ലസ് -100 എത്ര കിട്ടും? 0 ആണ് കിട്ടുക. 0 ആണെങ്കിൽ കോമൺ മോഡ് ഗെയിൻ 0 ആണെങ്കിൽ CMRR എത്രയായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. GD/GC അല്ല, GC 0 ആണെങ്കിൽ CMRR ഇൻഫിനിറ്റി ആയിരിക്കും. പക്ഷെ ക്വസ്റ്റ്യനിൽ CMRR നമുക്ക് തന്നിരിക്കുന്നത് എത്രയാണ്? 60 dB ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. സോ ഈ GC നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ് ഒന്ന് ചേഞ്ച് ചെയ്യാം. GD ഓക്കെ 100 ആണ്. GC നമുക്ക് ഈ CMRR ഡാറ്റ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം. CMRR എത്രയാണ്? 60 dB. സോ 60 dB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CMRR എന്താണ്? 20 log GD/GC അല്ലേ? അതാണ് 60 dB. സോ 60 20 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3. സോ CMRR GD/GC യൂണിറ്റ്ലെസ് ആയിട്ടുള്ള CMRR എത്രയാണ്? log GD/GC 3 ആണ്. സോ GD/GC എത്രയായിരിക്കും? 10⁻³ ആയിരിക്കും CMRRൻ്റെ വാല്യൂ. യൂണിറ്റ്ലെസ് ആയിട്ടുള്ള CMRRൻ്റെ വാല്യൂ 10⁻³ ആയിരിക്കും. 60 dB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dBയിലുള്ള CMRR ആണ്. ഇത് യൂണിറ്റ്ലെസ് ആയിട്ടുള്ള CMRR ആണ് 10⁻³ ആൻഡ് വാട്ട് ഈസ് 10⁻³? 10⁻³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GD/GC
ജി സി ആണ്, ജി ഡി ബൈ ജി സി. ആൻഡ് വാട്ട് ഈസ് ജി ഡി? ജി ഡി നമ്മുടെ കയ്യിലുണ്ട്, എത്രയാണ്? 100. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് ജി സി കണ്ടുപിടിച്ചൂടെ? സോ വാട്ട് ഈസ് ജി സി? ജി സി എന്താ വരിക? വാട്ട് ഈസ് ജി സി? ജി ഡി ബൈ 10⁻3. സോ 100 by 10⁻3 is 1000. So 1000. So 100 by 1000 ചെയ്ത് കഴിഞ്ഞാൽ ജി സിയുടെ വാല്യൂ നിങ്ങൾക്ക് കിട്ടും. സോ ജി സി ഇസ് ഹൗ മച്ച്? ജി സി എത്ര കിട്ടുക? 0.01 ആണ് ജി സിയുടെ വാല്യൂ വരുന്നത്. സോ ജി സിയുടെ വാല്യൂ 100 by 1000 0.1 നമുക്ക് കിട്ടും. 0.1 ആയിരിക്കും കിട്ടുക. നേരത്തെ ജി സി നമുക്ക് എത്ര കിട്ടിയത്? 0 ആണ്, പക്ഷെ ചെറിയൊരു ചേഞ്ച് ഉള്ളൂ, 0.1 ആണ്. പക്ഷെ CMRRൽ വലിയ ചേഞ്ച് വരും. ഇനി നമ്മളിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ജി ഡി എത്രയാണ്? 100 ഇൻറ്റു വി ഡി, ഡിഫറൻഷ്യൽ വോൾട്ടേജ് ആണ് 0, പ്ലസ് ജി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ മോഡ് ഗെയിൻ ആണ്. സോ കോമൺ മോഡ് ഗെയിൻ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 0.1. സോ 0.1 ഇൻറ്റു വി സി, കോമൺ മോഡ് വോൾട്ടേജ്. കോമൺ മോഡ് വോൾട്ടേജ് എത്രയാണ്? 1. സോ ഈ ഫസ്റ്റ് ടേം ഇൻറ്റു 0 ആയതുകൊണ്ട് റിമൂവ് ആയിപ്പോയി. സെക്കൻഡ് ടേം മാത്രമേ ഉള്ളൂ, 0.1 ഇൻറ്റു 1. സോ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ വാല്യൂ എത്രയായിരിക്കും? ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 0.1 വോൾട്ട്. സോ ആൻസർ ഈസ് 0.1 വോൾട്ട്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ 741 type OPAMP as a gain bandwidth product of 1 megahertz. A non-inverting amplifier using this OPAMP and having a voltage gain of 20 dB will exhibit a 3 dB bandwidth of. അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ ഗെയിൻ ബാൻഡ് വിഡ്ത്ത് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ടേമിനെ ബേസ് ചെയ്തിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്പാമ്പിനെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് ഗെയിൻ ബാൻഡ് വിഡ്ത്ത് പ്രൊഡക്റ്റ്. സോ വാട്ട് ഈസ് മീൻ ബൈ ഗെയിൻ ബാൻഡ് വിഡ്ത്ത് പ്രൊഡക്റ്റ്? ഇറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് ഗെയിൻ ആൻഡ് ബാൻഡ് വിഡ്ത്ത്. സോ ഗെയിൻ ബാൻഡ് വിഡ്ത്ത് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ് ആണ്. അതാണ് നമ്മുടെ കൺസെപ്റ്റ്. ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ നമ്മൾ ഗെയിനിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് വരുത്തിയാൽ ഓട്ടോമാറ്റിക്കലി ബാൻഡ് വിഡ്ത്തിൽ അഡ്ജസ്റ്റ്മെന്റ് വരും. അതായത് ഗെയിൻ കൂട്ടിയാൽ ബാൻഡ് വിഡ്ത്ത് അതിനനുസരിച്ച് കുറയും, ടു മേക്ക് ദി പ്രൊഡക്റ്റ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് വാല്യൂ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡാറ്റ നോക്കാം. 741 ഓപ്പാമ്പ് ആണ്, നമ്മുടെ MUA 741 ഓപ്പാമ്പ് IC ആണ്. സോ ഗെയിൻ ബാൻഡ് വിഡ്ത്ത് പ്രൊഡക്റ്റ് 1 മെഗാഹെർട്സ്. സോ ഈ കോൺസ്റ്റന്റിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്? 1 മെഗാഹെർട്സ്. ഗെയിൻ ബാൻഡ് വിഡ്ത്ത് പ്രൊഡക്റ്റിന്റെ യൂണിറ്റ് ഹെർട്സ് ആണ്. സോ 1 മെഗാഹെർട്സ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ ഇതിലൊരു ആംപ്ലിഫയർ ഉണ്ട്. ആംപ്ലിഫയർ 20 dB ആണ് അതിന്റെ വോൾട്ടേജ് ഗെയിൻ. സോ ഗെയിൻ ഇൻറ്റു ബാൻഡ് വിഡ്ത്ത് ആണ് നമ്മൾ ഗെയിൻ ബാൻഡ് വിഡ്ത്ത് പ്രൊഡക്റ്റ്. പക്ഷെ അതിലുള്ള ഗെയിൻ എന്താണ്? DBയിലുള്ള ഗെയിൻ ആണോ? അല്ല, യൂണിറ്റ്ലെസ് ആണ്. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഗെയിൻ എന്താണ്? യൂണിറ്റ് ഉള്ള ഗെയിൻ ആണ്, ഡെസിബലിലുള്ള ഗെയിൻ ആണ്. സോ ആ ഡെസിബലിലുള്ള ഗെയിനിനെ നമ്മൾ എന്ത് ചെയ്യണം? യൂണിറ്റ്ലെസ് ആക്കി കൺവേർട്ട് ചെയ്യണം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബാൻഡ് വിഡ്ത്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഗെയിൻ ബാൻഡ് വിഡ്ത്ത് പ്രൊഡക്റ്റിൽ ഗെയിൻ നമ്മുടെ കയ്യിലുണ്ട്, ഗെയിൻ ബാൻഡ് വിഡ്ത്ത് പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. ബാൻഡ് വിഡ്ത്ത് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ അതിന് മുന്നേ ഈ 20 dBനെ നമുക്ക് യൂണിറ്റ്ലെസ് ഗെയിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. സോ 20 dB, സോ 20 ഈസ് ഈക്വൽ ടു എന്താണ്? 20 log V out by V in. ഇതാണല്ലോ ഇക്വേഷൻ, ഡെസിബലിലുള്ള ഗെയിൻ്റെ ഇക്വേഷൻ. സോ 20 ക്യാൻസൽ ആയി കഴിഞ്ഞാൽ V out by V in, നോർമൽ ഗെയിൻ, V out by V in, നോർമൽ ഗെയിൻ, യൂണിറ്റ്ലെസ് ഗെയിൻ എന്ത് കിട്ടും? 10 ആണ് നമുക്ക് കിട്ടുക. യൂണിറ്റ്ലെസ് ഗെയിൻ നമുക്ക് എത്ര കിട്ടും? 10 കിട്ടും. സോ യൂണിറ്റ്ലെസ് ഗെയിൻ നമുക്ക് 10 കിട്ടി. ബാൻഡ് വിഡ്ത്ത് എത്ര എന്നുള്ളത് അറിയില്ല. ബാൻഡ് വിഡ്ത്ത് പ്രൊഡക്റ്റ്, ഗെയിൻ ബാൻഡ് വിഡ്ത്ത് പ്രൊഡക്റ്റ് 10⁻6 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബാൻഡ് വിഡ്ത്ത് ആണ്. ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗെയിൻ ബാൻഡ് വിഡ്ത്ത് പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ ഗെയിൻ ആണ്. സോ ഗെയിൻ ബാൻഡ് വിഡ്ത്ത് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻6 ആണ്, 1 മെഗാഹെർട്സ് ആണ്, 10⁻6 ആണ് ഡിവൈഡഡ് ബൈ ഗെയിൻ ആണ്. ഗെയിൻ എത്രയാണ്? 10 ആണ് ഗെയിൻ. സോ 10⁻6 ഡിവൈഡ് ബൈ 10 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 10⁻5 ഹെർട്സ് ആണ് നമുക്ക് ബാൻഡ് വിഡ്ത്ത് കിട്ടുന്നത്. സോ ഓപ്ഷൻ നോക്കാം.
50 kilohertz, 100 kilohertz, 1000 by 17 kilohertz, 1000 by 7.07 kilohertz. കിലോഹെർട്സിലാണ് ഉള്ളത്. സോ ഈ 10⁵ ഹെഡ്സ് ആണ്, അതിനെ കിലോഹെർട്സിലേക്ക് മാറ്റാം. സോ എത്ര വരും? 10⁵ ഹെഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഹൗ മച്ച്? എത്രയാണ്? 100 കിലോഹെർട്സ് അല്ലേ? സോ ഓപ്ഷൻ ബി 100 കിലോഹെർട്സ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സോ ഗെയിൻ ബാൻഡ് വിഡ്ത്ത് പ്രൊഡക്റ്റിൽ നിന്ന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും 2 പാരാമീറ്റർ തരും, തേർഡ് വൺ ചോദിക്കും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഗെയിൻ എന്ന് പറയുന്നത് ഡി ബിയിലുള്ള ഗെയിൻ ഡയറക്റ്റ് ഈ ക്വസ്റ്റ്യനിൽ കൊണ്ടുപോയി ഗെയിൻ ഇൻറ്റു ബാൻഡ് വിഡ്ത്ത്. സോ ഇവിടെ നിങ്ങൾ 10 പകരം 20 dB സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. അപ്പോൾ ഡി ബിയിലാണ് തന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ റിലേഷൻ യൂസ് ചെയ്ത് നോർമൽ ഗെയിൻ കണ്ടുപിടിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. An amplifier using an OPAMP with a slew rate equal to 1 volt per microsecond has a gain of 40 dB. If this amplifier has to faithfully amplify sinusoidal signals from DC to 20 kilohertz without introducing any slew rate induced distortion, then the input signal level must not exceed. അതായത് ഇൻപുട്ട് സിഗ്നലിൻ്റെ ലെവലാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ വിത്തൗട്ട് എനി സ്ലൂ റേറ്റ് ഇൻഡ്യൂസ്ഡ് ഡിസ്റ്റോർഷൻ, ഈ ഒരു കണ്ടീഷനിലുള്ള ഇൻപുട്ട് വോൾട്ടേജിന്റെ ലെവലാണ് ചോദിച്ചിരിക്കുന്നത്. സോ ദിസ് ക്വസ്റ്റ്യൻ ഈസ് റിലേറ്റഡ് ടു സ്ലൂ റേറ്റ്. സോ ഒപ്പാമ്പിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സ്ലൂ റേറ്റ്. സോ സ്ലൂ റേറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. സോ സ്ലൂ റേറ്റ് എത്രയെന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ സ്ലൂ റേറ്റ് ഇസ് ഈക്വൽ ടു, സ്ലൂ റേറ്റിന്റെ യൂണിറ്റ് എന്താണ്? വോൾട്ട് പെർ സെക്കൻഡ് ആണ്. സോ 1 വോൾട്ട് പെർ മൈക്രോ സെക്കൻഡിലാണ് തന്നേക്കുന്നത്, മൈക്രോ സെക്കൻഡ്. സോ 1 വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ് ആണ് സ്ലൂ റേറ്റിന്റെ വാല്യൂ വരുന്നത്. ഇനി എന്താ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? ഗെയിൻ തന്നിട്ടുണ്ട്. ഗെയിൻ ഡി ബിയിലാണ് തന്നിരിക്കുന്നത്. സോ ഡി ബി ഗെയിനിനെ നിങ്ങൾ ആദ്യം നോർമൽ ഗെയിനിൽ, സോ ഗെയിനിനെ ഞാൻ എ എന്ന് എഴുതി. സോ എ ഈസ് 40 dB. 40 dB ആണ് ഗെയിൻ. സോ ഇതിനെ നമ്മൾ നോർമൽ ഗെയിനിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ഫ്രീക്വൻസി റേഞ്ച് തന്നിട്ടുണ്ട് DC ടു 20 കിലോഹെർട്സ്. സോ 20 കിലോഹെർട്സ് ആണ് മാക്സിമം അപ്പർ വാല്യൂ വരുന്നത്. ഓക്കെ, സോ ഫ്രീക്വൻസി എത്രയാണ്? 20 കിലോഹെർട്സ്. ഫ്രീക്വൻസി എത്രയാണ്? 20 കിലോഹെർട്സ്. സോ ഇത്രയും ഡാറ്റയാണ് തന്നിരിക്കുന്നത്. സോ സ്ലൂ റേറ്റിനുള്ള എക്സ്പ്രഷൻ എന്താണ്? സ്ലൂ റേറ്റിനെ നമ്മൾ എസ് എന്ന് പറയുന്ന ടേം വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സ്ലൂ റേറ്റ് ഈസ് എസ്. എസ് ഇസ് ഈക്വൽ ടു വി എം ഒമേഗയാണ്. ദാറ്റ് ഈസ് വി എം ഇൻറ്റു 2πf ആണ് സ്ലൂ റേറ്റ് എന്ന് പറയുന്നത്. ഈ വി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ആംപ്ലിറ്റ്യൂഡാണ്. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിനും ഇൻപുട്ടും അറിയാമെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? എ ഇൻറ്റു വി ഇൻ ഇൻറ്റു 2πf. ഞാൻ ഈ സ്ലൂ റേറ്റിന്റെ ഇക്വേഷനെ ഒന്ന് മോഡിഫൈ ചെയ്തു. എ ഇൻറ്റു വി ഇൻ ഇൻറ്റു 2πf. ഓക്കെ, അപ്പോൾ ഇതിൽ ഇൻപുട്ട് സിഗ്നൽ ലെവലാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വീനിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് സ്ലൂ റേറ്റ് തന്നിട്ടുണ്ട്, ഗെയിന് തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. സോ വീനിൻ്റെ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഈസ് എക്സ്പ്രഷൻ ഫോർ വീൻ? വീൻ ഈസ് ഈക്വൽ ടു എസ് ഡിവൈഡഡ് ബൈ സ്ലൂ റേറ്റ് ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ഗെയിൻ എ ഇൻറ്റു 2πf. സോ ഈ ഒരു ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദി ഇൻപുട്ട് സിഗ്നൽ ലെവൽ. സോ സ്ലൂ റേറ്റിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ ഈ ഒരു ഇക്വേഷനിലാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. സോ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ ഗെയിൻ അറിയണം. പക്ഷേ ഗെയിൻ തന്നിരിക്കുന്നത് ഡെസിബലിലാണ് ഗെയിൻ തന്നിരിക്കുന്നത്. സോ ആ ഡെസിബൽ ഗെയിനിനെ നോർമൽ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ 40 dB ആണ്. സോ 40 ഈസ് ഈക്വൽ ടു 20 log normal gain, output voltage by input voltage. So 20, 40, 2. So voltage gain, normal voltage gain എത്ര കിട്ടുക?
100 ആണ് കിട്ടുക. സോ നോർമൽ വോൾട്ടേജ് ഗെയിൻ 100. സോ സ്ലീവ് റേറ്റ് ഡിവൈഡഡ് ബൈ, സ്ലീവ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1 വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ് ആണ്. സോ ഡിവൈഡഡ് ബൈ 10⁻⁻6 ഇൻറ്റു എ എത്രയാണ് 100 ആണ് എ ഇൻറ്റു 2πf 2πf എഫ് എത്രയാണ് 20 കിലോ ഹെർട്സ് ആണ്. സോ 20 കിലോ ഹെർട്സ്. സോ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ഓപ്ഷൻ സി ആണ് ആൻസർ. 79.5 മില്ലി വോൾട്ട് ആണ് ആൻസർ വരുന്നത്. സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സർക്യൂട്ട് ഡയഗ്രം തന്നിട്ടുണ്ട്. സോ ഈ സർക്യൂട്ട് ഡയഗ്രം എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ദ സർക്യൂട്ട് ഇൻ ദ ഫിഗർ ഈസ്, ഒരു ഇൻപുട്ട് സിഗ്നൽ ഉണ്ട്, ഒരു ഓപ്പാം ബേസ് ചെയ്തിട്ടുള്ള സർക്യൂട്ട് ഡയഗ്രം ആണ്. സോ ദിസ് കംസ് അണ്ടർ ആക്റ്റീവ് ഫിൽട്ടർ. ആക്റ്റീവ് ഫിൽട്ടർ കാറ്റഗറിയിലാണ് വരുന്നത്. 2 RC നെറ്റ്വർക്ക് ഉണ്ട്. ഇവിടെ ഒരു RC നെറ്റ്വർക്ക്, ഇത് സെക്കൻഡ് വൺ. ഇപ്പൊ 2 RC നെറ്റ്വർക്കാണ് ഉള്ളത്. സെക്കൻഡ് ഓർഡർ ആണ്, സെക്കൻഡ് ഓർഡർ ആക്റ്റീവ് ഫിൽട്ടർ ആണ്. അപ്പോൾ ഇത് ലോ പാസ് ആണോ ഹൈ പാസ് ആണോ ബാൻഡ് പാസ് ആണോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. സോ ഇത് ചെക്ക് ചെയ്യാനുള്ള മെത്തേഡ് ഞാൻ ആൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഫ്രീക്വൻസി കണ്ടീഷൻ ചെക്ക് ചെയ്യാം. ഫ്രീക്വൻസി 0 ആവുന്ന സമയത്ത് എന്താണ് ഔട്ട്പുട്ട് എന്നുള്ളത് നോക്കുക. ഫ്രീക്വൻസി ഇൻഫിനിറ്റി ആവുന്ന സമയത്ത് എന്താണ് ഔട്ട്പുട്ട് എന്നുള്ളത് നോക്കുക. സോ കപ്പാസിറ്റർ കമ്പോണന്റ് ആണ് ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ കപ്പാസിറ്റർ റിയാക്ടൻസ് XC 1/C ഒമേഗയാണ്. ദാറ്റ് ഈസ് 1/C ഇൻറ്റു 2πf. 1/C ഇൻറ്റു 2πf. സോ ഫ്രീക്വൻസി 0 ആണെങ്കിൽ കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. സോ ഫ്രീക്വൻസി 0 ആണെങ്കിൽ കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഇൻഫിനിറ്റി ആണ്. കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ ഓപ്പൺ സർക്യൂട്ട് ദി കപ്പാസിറ്റർ. ഈ 2 കപ്പാസിറ്ററിനെ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്പൺ സർക്യൂട്ട് ചെയ്യാം. ഓപ്പൺ സർക്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻപുട്ട് വോൾട്ടേജ് ഈ റെസിസ്റ്ററിനും ഈ റെസിസ്റ്ററിനും അക്രോസ് ചെറിയൊരു ഡ്രോപ്പ് ഉണ്ട്, എന്നാലും ഓൾമോസ്റ്റ് ഇവിടെ എത്തും. ഇൻപുട്ട് വോൾട്ടേജ് ഓൾമോസ്റ്റ് നമ്മുടെ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ എത്തും. ഈ ഒരു സർക്യൂട്ടിൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ട്. വിർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് അപ്ലൈ ചെയ്യാം. സോ പ്ലസ്സിലുള്ള വോൾട്ടേജ് അവിടെ എത്തും, മൈനസിലെത്തും. പ്ലസ്സിലുള്ള വോൾട്ടേജ് Vin ആണ്. സോ മൈനസിൽ Vin എത്തും. സോ മൈനസ് ഇൻവേർട്ടിംഗ് ടെർമിനൽ ഈസ് ഡയറക്ട്ലി കണക്റ്റഡ് ടു ഔട്ട്പുട്ട്. ഡയറക്റ്റ് ഷോർട്ട് ആണ്. സോ ഡയറക്റ്റ് ഷോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻപുട്ട് കംപ്ലീറ്റ് ആയിട്ടും ഔട്ട്പുട്ടിലെത്തും. സോ വാട്ട് ഈസ് ഔട്ട്പുട്ട് വോൾട്ടേജ്? ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി സെയിം ആസ് ഇൻപുട്ട് വോൾട്ടേജ്. എന്താ അതിൻ്റെ മീനിങ്? ഇൻപുട്ടിലുള്ള സിഗ്നലിനെ അതേപോലെ തന്നെ ഔട്ട്പുട്ടിലേക്ക് പാസ് ചെയ്യുന്നു. അതാണ് അതിൻ്റെ മീനിങ് ഫ്രീക്വൻസി 0 ആവുന്ന കേസിൽ. ഇനി ഫ്രീക്വൻസി ഇൻഫിനിറ്റി ആവുന്ന കേസിൽ, ഫ്രീക്വൻസി ഇൻഫിനിറ്റി ആണെങ്കിൽ XC എന്തായിരിക്കും? XC 1/C ഇൻറ്റു 2πf. എഫിന് ഇൻഫിനിറ്റി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ XC എന്തായിരിക്കും? 0 ആയിരിക്കും. സോ XC 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, XC 0 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ മീനിങ്? കപ്പാസിറ്റർ എന്തായിരിക്കും? ഷോർട്ട് ആയിരിക്കും. സോ ഈ ഒരു കപ്പാസിറ്റർ ഷോർട്ടാണ്, ഈ ഒരു കപ്പാസിറ്ററും ഷോർട്ടാണ്. സോ ഷോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ട്ലി കണക്റ്റഡ് ടു ഗ്രൗണ്ട് ആണ്. എത്ര വോൾട്ടേജ്? 0 വോൾട്ട്. സോ ഇവിടെ 0 ആണ്. നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ 0 ആണ്. വിർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് അനുസരിച്ച് ഇൻവേർട്ടിംഗ് ടെർമിനലിൽ എത്രയായിരിക്കും? 0 വോൾട്ട് ആണ്. ഈ 0 എന്ന് പറയുന്ന വോൾട്ട് ഇൻപുട്ട് സൈഡും ഔട്ട്പുട്ട് സൈഡും ഡയറക്ട്ലി ഷോർട്ടാണ്. സോ ഡയറക്ട്ലി ഷോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഹൗ മച്ച്? ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് 0. സോ ഔട്ട്പുട്ട് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് എന്താണ്? ഇൻപുട്ട് സിഗ്നൽ ഔട്ട്പുട്ടിലേക്ക് എത്തുന്നില്ല, കംപ്ലീറ്റ് ആയിട്ട് അറ്റ്യൂനേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോ കംപ്ലീറ്റ് അറ്റ്യൂനേഷൻ അറ്റ് ഹൈ ഫ്രീക്വൻസി ലോ ഫ്രീക്വൻസിനെ പാസ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഈസ് ലോ പാസ് ഫിൽട്ടർ. ലോ ഫ്രീക്വൻസിയെ പാസ് ചെയ്യുന്നു, ഹൈ ഫ്രീക്വൻസിയെ അറ്റ്യൂനേറ്റ് ചെയ്യുന്നു. സോ ദിസ് ഈസ് സെക്കൻഡ് ഓർഡർ ലോ പാസ് ഫിൽട്ടർ. സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എഗെയിൻ നിങ്ങൾക്ക് ഒരു ഓപ്പാംപ് സർക്യൂട്ട് തന്നിട്ടുണ്ട്. സോ ദ സർക്യൂട്ട് ഷോൺ ബിലോ റെപ്രസെൻറ്റ് എ. ഈ സർക്യൂട്ട് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഈ സർക്യൂട്ടിലുള്ള കമ്പോണൻസ് ഒന്ന് നോക്കാം. ഇൻഡക്ടർ ഉണ്ട്, ഫീഡ്ബാക്കിൽ എന്തുണ്ട്? കപ്പാസിറ്റർ ഉണ്ട്. സോ ഇൻഡക്ടർ കപ്പാസിറ്റർ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഫിൽട്ടർ സർക്യൂട്ടിലെ കമ്പോണൻ്റ് ആണ്. സോ ഈ ഒരു സർക്യൂട്ട് ആക്റ്റീവ് ഫിൽട്ടർ ആണ്. ആക്റ്റീവ് ഫിൽട്ടർ ആവാൻ കാരണം ഇതിൽ ഓപ്പാമ്പ് ഉണ്ട്. സോ ഓപ്പാമ്പ് ഉള്ള ആക്റ്റീവ് ഫിൽട്ടർ സർക്യൂട്ടാണ് ഈ തന്നിരിക്കുന്നത്.
അപ്പോൾ ഈ സർക്യൂട്ട് ലോ പാസ് ആണോ ഹൈ പാസ് ആണോ ബാൻഡ് പാസ് ആണോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. സോ നമ്മൾ ആ സെയിം കണ്ടീഷൻ ഇൻപുട്ട് സിഗ്നൽ ഇവിടെ ഉണ്ട്. സോ സെയിം കണ്ടീഷൻ നമ്മൾ യൂസ് ചെയ്യുക. എന്താണ് നമ്മൾ യൂസ് ചെയ്യേണ്ട കണ്ടീഷൻ? ഫ്രീക്വൻസി 0 ആവുന്ന കേസ് എടുക്കുക. ഫസ്റ്റ് കേസ് ഫ്രീക്വൻസി 0. സോ ഫ്രീക്വൻസി 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡക്ടർ ഉണ്ട്, കപ്പാസിറ്റർ ഉണ്ട്. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് XL എന്ന് പറഞ്ഞാൽ L ഒമേഗയാണ്. സോ ദാറ്റ് ഈസ് L ഇൻറ്റു 2πf. ഫ്രീക്വൻസി 0 ആണെങ്കിൽ XL എന്തായിരിക്കും? 0 ആയിരിക്കും. XC എന്തായിരിക്കും? 1/c ഒമേഗയാണ്. ദാറ്റ് ഈസ് 1/c ഇൻറ്റു 2πf. ഫ്രീക്വൻസി 0 ആകുമ്പോൾ XC എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. സോ XL 0, XC ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡക്ടർ എന്തായിരിക്കും? ഷോർട്ട് ആയിരിക്കും. ഇൻഡക്ടർ എന്തായിരിക്കും? ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും. സോ ഇൻഡക്ടറിനെ നമുക്ക് ഷോർട്ട് ചെയ്യാം. കപ്പാസിറ്ററിനെ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്പൺ സർക്യൂട്ട് ചെയ്യാം. കപ്പാസിറ്ററിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്തു. ഓക്കെ. സോ ഇൻഡക്ടർ ഷോർട്ട് ആണെങ്കിൽ നമുക്ക് ഇൻപുട്ട് റെസിസ്റ്റൻസ് R1 ഉണ്ട്, ഫീഡ്ബാക്കിൽ ഒരു റെസിസ്റ്റൻസ് R2 ഉണ്ട്, കപ്പാസിറ്റർ പാത്ത് ഇല്ല. സോ ഇൻപുട്ട് സൈഡിൽ ഒരു സിഗ്നലും ഉണ്ട്. സോ ഇത് എന്ത് സർക്യൂട്ടാണ്? ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ അല്ലേ? ഇത് നമ്മുടെ ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ്, ഇത് നമ്മുടെ ഇൻപുട്ട് റെസിസ്റ്റൻസ്, ഇത് ഇൻപുട്ട് സിഗ്നൽ. സോ ദിസ് വിൽ ആക്ട് ആസ് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. സോ ഗെയിൻ എന്താണ്? -R2/R1. അപ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും? -R2/ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് -R2/R1 ഇൻറ്റു VI. ഇതായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട്. അപ്പോൾ നമുക്ക് ഇൻപുട്ട് സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്ത് ഔട്ട്പുട്ടിൽ കിട്ടുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇറ്റ് പാസ് ദി ലോ ഫ്രീക്വൻസി. ലോ ഫ്രീക്വൻസിയെ പാസ് ചെയ്യുന്ന സർക്യൂട്ടാണ് ഇത്. ലോ ഫ്രീക്വൻസിയെ പാസ് ചെയ്യുന്നുണ്ട്. സോ 0 ഫ്രീക്വൻസി നമ്മൾ അനലൈസ് ചെയ്തു. ഇനി നമുക്ക് അനലൈസ് ചെയ്യേണ്ടത് ഏത് ഫ്രീക്വൻസിയാണ്? ഹൈ ഫ്രീക്വൻസി ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഹൈ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി എത്രയാണ്? ഹൈ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസിയുടെ വാല്യൂ നമ്മൾ ഇൻഫിനിറ്റി എടുക്കുക. ഫ്രീക്വൻസിയുടെ വാല്യൂ ഇൻഫിനിറ്റി എടുക്കുക. ഇൻഫിനിറ്റി ആവുന്ന സമയത്ത് XL എന്തായിരിക്കും? L ഒമേഗയാണ്, L ഇൻറ്റു 2πf ആണ്. F ഇൻഫിനിറ്റി ആണെങ്കിൽ XL എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. ഇനി XC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/c ഒമേഗയാണ്. സോ 1/c ഇൻറ്റു 2πf ആണ്. F ഇൻഫിനിറ്റി ആണ്. സോ XC 0 ആണ്. സോ XL ഇൻഫിനിറ്റി, XC 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഇൻഡക്ടറിന് എന്ത് ചെയ്യാം? ഓപ്പൺ സർക്യൂട്ട് ചെയ്യാം. കപ്പാസിറ്ററിന് എന്ത് ചെയ്യാം? ഷോർട്ട് സർക്യൂട്ട് ചെയ്യാം. സോ കപ്പാസിറ്റർ ഷോർട്ടായി. സോ കപ്പാസിറ്റർ ഷോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെസിസ്റ്റൻസിന് ഇവിടെ സിഗ്നിഫിക്കൻസ് ഇല്ല. ഇത് ഷോർട്ട് സർക്യൂട്ട് പാത്താണ്. ഇനി നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ വോൾട്ടേജ് എത്രയാണ്? 0 ആണ്. നെഗറ്റീവ് ഫീഡ്ബാക്ക് ഇവിടെ ഉണ്ട്. സോ വിർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ്, പ്ലസ്സിൽ വരുന്ന വോൾട്ടേജ് 0 ആണെങ്കിൽ മൈനസിൽ ഈ പോയിന്റിൽ വരുന്ന വോൾട്ടേജും എത്ര തന്നെ ആയിരിക്കും? 0 ആയിരിക്കും. സോ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ 0 വോൾട്ട്. സോ ആ 0 ഡയറക്ട്ലി ഷോർട്ട് ചെയ്തതാണ്. എങ്ങോട്ട് ഷോർട്ട് ചെയ്തിരിക്കുകയാണ്? ഔട്ട്പുട്ടിലേക്ക്. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ F ഇൻഫിനിറ്റി ആവുന്ന സമയത്ത് ഔട്ട്പുട്ട് വോൾട്ടേജ് 0 എന്ന് പറഞ്ഞാൽ ഹൈ ഫ്രീക്വൻസിയെ അറ്റ്യൂനേറ്റ് ചെയ്യുന്നു. സോ ലോ ഫ്രീക്വൻസിയെ പാസ് ചെയ്യുന്നു, ഹൈ ഫ്രീക്വൻസിയെ അറ്റ്യൂനേറ്റ് ചെയ്യുന്നു. സോ ദിസ് സർക്യൂട്ട് ഈസ് ലോ പാസ് ഫിൽട്ടർ. എന്താണ്? ലോ പാസ് ഫിൽട്ടർ സർക്യൂട്ട് ഡയഗ്രം ആണ്. സോ ദ ആൻസർ ഈസ് ലോ പാസ് ഫിൽട്ടർ. So moving to the next question, if the input to the circuit of figure is a sine wave, ഇതിലേക്ക് വരുന്ന ഇൻപുട്ട് സൈൻ വേവ് ആണ്. The output will be, ഇതിന്റെ ഔട്ട്പുട്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇൻപുട്ട് വേവ് ഫോം എന്ന് പറയുന്നത് സൈനസോയിഡൽ വേവ് ഫോം ആണ് ഇൻപുട്ടിൽ വരുന്നത്. ഇൻപുട്ടിൽ സൈനസോയിഡൽ വേവ് ഫോം ആണ്. ഔട്ട്പുട്ട് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ബിഫോർ ദാറ്റ് ഈ സർക്യൂട്ട് ഡയഗ്രാം നോക്കുക. ഫീഡ്ബാക്ക് ഉണ്ടോ? നോക്കിക്കേ. ഫീഡ്ബാക്ക് ഉണ്ടോ? ഇല്ല. പോസിറ്റീവ് ഫീഡ്ബാക്കും ഇല്ല, നെഗറ്റീവ് ഫീഡ്ബാക്കും ഇല്ല. സോ ദിസ് ഈസ് ഓപ്പൺ ലൂപ്പ് അല്ലേ? ഓപ്പൺ ലൂപ്പ് സർക്യൂട്ടാണ് വരുന്നത്. സോ ഓപ്പൺ ലൂപ്പിൽ ഓപ്പാമിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ലിക്കേഷനാണ് കമ്പറേറ്റർ. സോ ദിസ് സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയുന്നത് ഇസ് ഓഫ് കമ്പറേറ്റർ സർക്യൂട്ട് ഡയഗ്രാം ആണ്. സോ കമ്പറേറ്ററിൽ എന്താ ഉള്ളത്? ഒരു ഇൻപുട്ടും ഉണ്ടാവും, ഒരു റഫറൻസും ഉണ്ടാവും. റഫറൻസ് ഹിയർ ഇറ്റ് ഹാസ് 0. സോ റഫറൻസ് ഇവിടെ എന്താണ്? 0 ആണ്. സോ സൈൻ വേവ് ആണ് ഇൻപുട്ട് എന്ന് പറഞ്ഞു. സോ സൈൻ വേവിനെ റഫറൻസ് 0 ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യാണ്. സോ കമ്പറേറ്റർ ആണെങ്കിൽ ഔട്ട്പുട്ട് വേവ് ഫോമിൻ്റെ ഷേപ്പ് എന്തായിരിക്കും? സ്ക്വയർ ആയിരിക്കും
കമ്പറേറ്ററിൽ വേവ് ഫോമിൻ്റെ ഷേപ്പ് ഔട്ട്പുട്ട് വേവ് ഫോമിൻ്റെ ഷേപ്പ് പ്ലസ് വി സാറ്റും മൈനസ് വി സാറ്റും ആണ്. അതായത് എന്താണോ ഇതിൻ്റെ പവർ സപ്ലൈ ആ പവർ സപ്ലൈ ആയിരിക്കും പ്ലസ് വി സാറ്റും അതുപോലെ തന്നെ മൈനസ് വി സാറ്റും ആയിരിക്കും ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ലെവല്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി സ്ക്വയർ വേവ്. സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് ദി സർക്യൂട്ട് ഷോൺ ബിലോ. ഈ ഒരു സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സർക്യൂട്ട് നോക്കുക. ഈ സർക്യൂട്ടിൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ട്, അതുപോലെ തന്നെ പോസിറ്റീവ് ഫീഡ്ബാക്കും ഉണ്ട്, രണ്ടും ഉണ്ട്. ഇൻപുട്ട് ഒരു 2 വോൾട്ട് കൊടുത്തിട്ടുണ്ട്. സോ 2 വോൾട്ട് ഒരു ഇൻപുട്ടായിട്ട് എടുക്കാം. പോസിറ്റീവ് ഫീഡ്ബാക്ക് വഴി ഒരു സിഗ്നൽ ഇൻപുട്ടിൽ വരുന്നുണ്ട്. സോ നമുക്കിതൊരു സൂപ്പർ പൊസിഷൻ തിയറം വെച്ചിട്ടൊന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് 2 വോൾട്ട് ഇൻപുട്ട് ഉള്ള ഒരു കേസ് നിങ്ങൾ അസ്യൂം ചെയ്യാം. സോ 2 വോൾട്ട് ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് 2 വോൾട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ഇൻവേർട്ടിംഗ് ടെർമിനലാണ്. സോ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ 2 വോൾട്ട് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് എന്ത് ആംപ്ലിഫയർ ആണ്? ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. സോ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിന്റെ ഗെയിന് മൈനസ് ആർ എഫ് ബൈ ആർ ഐ. ആർ എഫ് ഈസ് 10K, ആർ ഐ ഈസ് 5K. സോ എന്തായിരിക്കും ഗെയിന്? മൈനസ് 10K ബൈ 5K. സോ മൈനസ് 10K ബൈ 5K, ദാറ്റ് ഈസ് -2 ആയിരിക്കും ഗെയിൻ വരുന്നത്. സോ ആ സമയത്ത് ഇൻപുട്ട് 2 ആണ്, ഗെയിന് -2 ആണ്. സോ ആ ഒരു കേസിലുള്ള ഔട്ട്പുട്ടിനെ ഞാൻ V01 എന്ന് എടുത്തു. V01 ഈസ് ദിസ് ഗെയിൻ -2 ഇൻറ്റു ഇൻപുട്ട്. എന്താണ് ഇൻപുട്ട്? 2. സോ -2 ഇൻറ്റു 2, ദാറ്റ് ഈസ് -4. സോ -4 വോൾട്ട് ആണ് ഫസ്റ്റ് കേസിലുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ്. അത് ഓക്കെ ആണല്ലോ. ഇനി ഫീഡ്ബാക്ക് ഉണ്ട് നമുക്കറിയാം, പോസിറ്റീവ് ഫീഡ്ബാക്ക് ഇവിടെ ഉണ്ട്. സോ പോസിറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ പോസിറ്റീവ് ഫീഡ്ബാക്ക് വോൾട്ടേജ് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ വരുന്നുണ്ട്. ആ വോൾട്ടേജിനെ ഞാൻ Vx എന്നെടുത്തു. നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് Vx. Vx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10Kക്ക് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ്. ഈ 100Kയും 10Kയും സീരീസ് ആണ്. കാരണം ഓപ്പാമ്പിൻ്റെ ഇൻപുട്ടിലേക്കുള്ള കറണ്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓപ്പാമ്പിൻ്റെ ഇൻപുട്ട് കറണ്ട് 0 ആണ്. സോ 100K 10K സീരീസ് ആണ്. സോ Vx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വോൾട്ടേജ് ഡിവിഷൻ റൂള് നമുക്ക് യൂസ് ചെയ്യാം. സോ വാട്ട് ഈസ് Vx? Vx ഈസ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്നാണല്ലോ ഫീഡ്ബാക്ക് വരുന്നത്. V0 ഇൻറ്റു 10K ഡിവൈഡഡ് ബൈ 10K പ്ലസ് 100K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 110K. സോ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? Vx is equal to V0 by 11. Vx is equal to V0 by 11. അപ്പോൾ ഇതാണ് Vxന്റെ വാല്യൂ. ഇനി എന്താണ് Vx? Vx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് അറ്റ് ദിസ് പോയിന്റ്. ഈ പോയിന്റിലെ വോൾട്ടേജ് ആണ് Vx, നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ. സോ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ അങ്ങനെ ഒരു വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ ഈ സർക്യൂട്ട് എന്തായിട്ട് ആക്ട് ചെയ്യും? സർക്യൂട്ട് നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആയിട്ട് ആക്ട് ചെയ്യും. സോ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിന്റെ ഗെയിൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? A പ്ലസ്. നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിന്റെ ഗെയിൻ എന്തായിരിക്കും? A പ്ലസ് എന്ന് പറയുന്നത് 1 പ്ലസ് ആർ എഫ് ബൈ ആർ ഐ. ആർ എഫ് ഈസ് 10K, ആർ ഐ ഈസ് 5K. സോ എന്ത് വരും? 1 പ്ലസ് 10K ബൈ ആർ ഐ ഈസ് 5K. സോ എത്ര വരും? 3 ആയിരിക്കും വരിക. സോ ഗെയിൻ 3 ആണ്. ഇൻപുട്ട് എന്താണ്? Vx. അപ്പോൾ സെക്കൻഡ് കേസിലുള്ള ഔട്ട്പുട്ട് എന്തായിരിക്കും? V02. സെക്കൻഡ് കേസിലുള്ള ഔട്ട്പുട്ട് V02, ഗെയിൻ 3, ഇൻപുട്ട് Vx. Vx എന്താണ്? V0 by 11. സോ 3 ഇൻറ്റു V0 by 11 എന്ത് വരും? 3 V0 by 11. സോ രണ്ട് കേസിലുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടി. V01 കിട്ടി, V02 കിട്ടി. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ റെസ്പോൺസ് ബൈ സൂപ്പർ പൊസിഷൻ ഔട്ട്പുട്ട് V0 എന്ന് പറയുന്നത് എന്തായിരിക്കും? ടോട്ടൽ റെസ്പോൺസ് V0 is equal to V01 plus V02 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V01 -4 plus V02 3 V0 by 11. സോ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ റെസ്പോൺസ് കിട്ടും. ഇതിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി വാല്യൂ ഓഫ് V0. V0ന്റെ വാല്യൂ നിങ്ങൾക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ -5.5. ഓപ്ഷൻ ഡി ആണ് ആൻസർ. -5.5 വോൾട്ട് ആണ് ആൻസർ കിട്ടുന്നത്. ഓപ്ഷൻ ഡി ഇസ് ദി കറക്റ്റ് ആൻസർ. സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If the op-amp in the figure is ideal, then the output voltage will be equal to.
ഔട്ട്പുട്ട് വോൾട്ടേജ് എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നോക്കുക, ഇൻപുട്ടിൽ 2 വോൾട്ട് ഉണ്ട്, ഇൻപുട്ടിൽ 3 വോൾട്ട് ഉണ്ട്. ഒന്നിലധികം സോഴ്സ് വരുന്ന കേസിൽ നിങ്ങൾ എപ്പോഴും സൂപ്പർ പൊസിഷൻ തിയറം യൂസ് ചെയ്യുക. സോ നമുക്കിത് 2 കേസായിട്ട് എടുക്കാം. 2 വോൾട്ട് ഇൻപുട്ടിൽ വരുന്ന കേസ് നോക്കാം. 2 വോൾട്ട് ഇൻപുട്ടിൽ വരുന്ന കേസിൽ 2 വോൾട്ട് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക, 3 വോൾട്ട് ഇല്ല. സോ അങ്ങനെയാണെങ്കിൽ ഇത് എന്ത് സർക്യൂട്ടാണ്? 2 വോൾട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നത് ഇൻവേർട്ടിങ്ങിലാണ്. സോ ദിസ് ഈസ് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. എന്താണ് ഗെയിന്? RF/RI, അതായത് ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് 5K ഡിവൈഡ് ബൈ 1K. സോ ഗെയിൻ എന്ന് പറയുന്നത് എന്താണ്? A മൈനസ് ഗെയിൻ ഈസ് -5K/1K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -5 ആണ് ഗെയിനിൻ്റെ വാല്യൂ ഫസ്റ്റ് കേസിൽ വരുന്നത്. സോ ഫസ്റ്റ് കേസിലുള്ള ഔട്ട്പുട്ട് എന്തായിരിക്കും? ഞാൻ V01 എന്ന് എടുത്തു. സോ V01 ഈസ് വാട്ട്? ഗെയിൻ -5 ആണ് ഇൻറ്റു ഇൻപുട്ട് എത്രയാണ്? 2 വോൾട്ട് ഇൻപുട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ -5 × 2 ദാറ്റ് ഈസ് -10 വോൾട്ട്. സോ -10 വോൾട്ട് ആണ് ഫസ്റ്റ് കേസിലുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ്. ഇനി ഞാൻ സെക്കൻഡ് കേസ് എടുക്കുകയാണ്. സോ സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റിവേഴ്സ് കേസ് ആണ് സെക്കൻഡ് വൺ. സോ സെക്കൻഡ് കേസിൽ നമ്മൾ ഇൻപുട്ട് 3 എടുത്തു, 2 വോൾട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. സോ 3 വോൾട്ട് എടുത്തു കഴിഞ്ഞാൽ ദിസ് വിൽ ബി ആക്ട് ആസ് നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. സോ അതിൻ്റെ ഗെയിൻ എന്തായിരിക്കും? നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ഗെയിൻ എന്തായിരിക്കും? 1 പ്ലസ് RF ഈസ് 5K, RI ഈസ് 1K. So 1 plus 5K/1K, that is 1 plus 5K/1K. അതാണ് നോർമൽ ഗെയിന്. പിന്നെ ഈ ഒരു ഇൻപുട്ട് സൈഡിലുള്ള വോൾട്ടേജ് ഡിവൈഡറിൻ്റെ എഫക്റ്റും കൂടെ വരും. സോ ഇൻറ്റു 8K/9K. സോ ഇൻറ്റു 8K/9K. സോ ഇതാണ് വോൾട്ടേജ് ഗെയിൻ. ഇനി നമുക്ക് ഔട്ട്പുട്ടാണ് കണ്ടുപിടിക്കേണ്ടത്, സെക്കൻഡ് കേസിലുള്ള ഔട്ട്പുട്ട്. സോ സെക്കൻഡ് കേസിലുള്ള ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V02. സോ V02 ഈസ്, ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യുക. സോ 1 plus 5K, 6K ഇൻറ്റു 8K/9K. ഇതാണ് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത്. സോ ദിസ് ഈസ് ദി ഗെയിൻ ഇൻറ്റു ഇൻപുട്ട് എത്രയാണ്? 3 ആണ് ഇൻപുട്ട്. സോ ഇൻറ്റു 3, ഗെയിൻ ഇൻറ്റു ഇൻപുട്ട് 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 16 ആണ് കിട്ടുന്നത്. 16 വോൾട്ട് ആണ് കിട്ടുന്നത്. സോ V02 16, V01 -10. സോ രണ്ടും കൂടെ ആഡ് ചെയ്യാം. സോ രണ്ടും കൂടെ ആഡ് ചെയ്താണല്ലോ നെറ്റ് റെസ്പോൺസ്. സോ -10 + 16 ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷൻ ബി 6 വോൾട്ട് ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി 6 വോൾട്ട് ആണ് കറക്റ്റ് ആൻസർ. സോ ഒന്നിലധികം സോഴ്സ് വരുന്ന കേസിൽ നിങ്ങൾ സൂപ്പർ പൊസിഷൻ തിയറം യൂസ് ചെയ്യാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, in the circuit shown below, what is the output voltage Vout if a silicon transistor Q and an ideal OPAMP are used? എന്താണ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമുക്കൊരു സിലിക്കൺ ട്രാൻസിസ്റ്ററിൻ്റെ സിമ്പൽ കാണാം. സോ സിലിക്കൺ ട്രാൻസിസ്റ്റർ ആണ് യൂസ് ചെയ്യുന്നത്. സോ സിലിക്കൺ ട്രാൻസിസ്റ്ററിൻ്റെ പ്രത്യേകത, അതിൻ്റെ ബേസ് എമിറ്റർ ജംഗ്ഷൻ വോൾട്ടേജ് എത്രയായിരിക്കും? 0.7 ആയിരിക്കും. അതുകൊണ്ടാണ് സിലിക്കൺ എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ സിലിക്കൺ ആണെങ്കിൽ നമ്മളത് 0.7 എടുക്കണം. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇത് നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു ഡയഗ്രം ഒന്നുമല്ല. ഫീഡ്ബാക്കിൽ എന്താ ഉള്ളത്? ഒരു ട്രാൻസിസ്റ്റർ ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ ഏത് ടെർമിനലാണ് ഔട്ട്പുട്ടിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്? എമിറ്റർ ടെർമിനലാണ് ഔട്ട്പുട്ടിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് വിൽ ബി സെയിം ആസ് ദി എമിറ്റർ വോൾട്ടേജ്. എമിറ്റർ വോൾട്ടേജ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് തന്നെ ആയിരിക്കും ഔട്ട്പുട്ട് വോൾട്ടേജ്. സോ സിലിക്കൺ ട്രാൻസിസ്റ്റർ ആയതുകൊണ്ട് VBE എത്രയായിരിക്കും? VBയുടെ വാല്യൂ എത്രയായിരിക്കും? സിലിക്കൺ ട്രാൻസിസ്റ്റർ ആണ്, VBയുടെ വാല്യൂ എത്രയായിരിക്കും? 0.7 വോൾട്ട് ആയിരിക്കും. ഇനി VBE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് VBE? VB മൈനസ് VE, ബേസ് വോൾട്ടേജ് മൈനസ് എമിറ്റർ വോൾട്ടേജ്. ഇനി ബേസ് എന്താ ഇവിടെ ചെയ്തിരിക്കുന്നത്? ബേസ് ഡയറക്ട്ലി കണക്റ്റഡ് ടു ഗ്രൗണ്ട് ആണ്. സോ വാട്ട് ഈസ് ദ ബേസ് വോൾട്ടേജ്?
ബേസ് വോൾട്ടേജ് എന്തായിരിക്കും 0 ആയിരിക്കും. സോ വി ബി എന്ന് പറയുന്നത് എന്തായിരിക്കും 0 മൈനസ് വി ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഇ ഈസ് മൈനസ് വി ബി ഇ. മൈനസ് വി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് 0.7 വോൾട്ട്. സോ വി ഇ ഈസ് മൈനസ് 0.7 വോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി എന്താണ് ഔട്ട്പുട്ട് വോൾട്ട് ആണ്. സോ ഔട്ട്പുട്ട് വോൾട്ട് എന്താണ് മൈനസ് 0.7 വോൾട്ട് ആണ്. സോ മൈനസ് 0.7 വോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി മൈനസ് 0.7 വോൾട്ട്. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. തന്നിരിക്കുന്ന ഡാറ്റ നമ്മളൊന്ന് യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളൂ. സിലിക്കൺ ട്രാൻസിസ്റ്റർ ആണ് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് 0.7 വോൾട്ട് ആണ് അതിൻ്റെ ബേസ് എമിറ്റർ ജംഗ്ഷൻ വോൾട്ടേജ് വരുന്നത്. അതിൽ നിന്ന് വി ഇ ഈക്വൽ ടു മൈനസ് 0.7 വോൾട്ട് ആൻഡ് ദിസ് വി ഇ സെയിം ആസ് വി ഔട്ട്. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ ബി ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദി സർക്യൂട്ട് ഷോൺ ബിലോ ദ ഓപാംപ് ആർ ഐഡിയൽ ദെൻ ദി ഔട്ട്പുട്ട് വോൾട്ടേജ്. എഗെയിൻ ഇവിടെയും ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒന്നിലധികം ഓപാംപ്സ് ഉണ്ട്. മൾട്ടി സ്റ്റേജ് പോലെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേജ് ഓപാമ്പിന്റെ ഔട്ട്പുട്ട് സെക്കൻഡ് സ്റ്റേജിന്റെ ഇൻപുട്ട് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റേജ് ഒന്ന് അനലൈസ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റേജ്. സോ ഫസ്റ്റ് സ്റ്റേജിൽ 2 ഇൻപുട്ട് ഉണ്ട്. -2 ഉണ്ട്, +1 ഉണ്ട്. അപ്പോൾ ഒന്നിലധികം ഇൻപുട്ടാണ്, സൂപ്പർ പൊസിഷൻ ആണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. സോ -2 മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു കേസ് എടുക്കുക. സോ -2 ആണ് ഉള്ളതെങ്കിൽ ഇത് എന്ത് ആംപ്ലിഫയർ ആണ്? -2 കണക്ട് ചെയ്തിരിക്കുന്നത് ഇൻവേർട്ടിങ്ങിലേക്കാണ്. സോ ഇൻവേർട്ടിങ്ങിലേക്കാണെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? V01 ഇൻവേർട്ടിങ്ങിലേക്കാണ്. സോ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. -RF/RI. സോ ഗെയിൻ എന്ത് വരും? -1 ആയിരിക്കും ഗെയിൻ വരിക. RF ഈസ് 1K, RI ഈസ് 1K. സോ -1 ഇൻറ്റു ഇൻപുട്ട്. സോ ഇൻപുട്ട് എത്രയാണ്? -2. സോ 2 വോൾട്ട് ആണ് ഫസ്റ്റ് കേസിലുള്ള ഔട്ട്പുട്ട്. സെക്കൻഡ് കേസ് നമ്മൾ എടുക്കുകയാണ്. സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +1 ആണ് ഇൻപുട്ടിലുള്ളതെന്ന് വിചാരിക്കുക. -2 ഇല്ല, +1 ആണ് ഉള്ളതെന്ന് വിചാരിക്കുക. സോ +1 ആണ് ഉള്ളതെങ്കിൽ ഇത് നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. സോ എന്താ ഗെയിന്? 1 + RF/RI. സോ ഗെയിൻ എന്ന് പറയുന്നത് 1 + RF/RI ദാറ്റ് ഈസ് 2. സോ സെക്കൻഡ് കേസിലുള്ള ഔട്ട്പുട്ട് എന്തായിരിക്കും? V02. സോ V02 ഈസ് 1 + RF/RI 2 ആയിരിക്കും. സോ V02 ഈസ് ഗെയിൻ 2 ഇൻറ്റു ഇൻപുട്ട് 1. ഇൻപുട്ട് 1 ആണ്. സോ 2 × 1 ദാറ്റ് ഈസ് 2. സോ ടോട്ടൽ റെസ്പോൺസ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതും കൂടെ രണ്ടും കൂടെ സം ചെയ്താൽ മതി. 2 + 2 എത്ര കിട്ടും? 4 വോൾട്ട് ആണ് കിട്ടുക. സോ ആ 4 വോൾട്ട് ഫസ്റ്റ് സ്റ്റേജിന്റെ ഔട്ട്പുട്ട് ആണ്. സോ ഫസ്റ്റ് സ്റ്റേജിന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് 4 വോൾട്ട് ആയിരിക്കും കിട്ടുന്നത്. സോ ഈ 4 വോൾട്ട് സെക്കൻഡ് സ്റ്റേജിന്റെ ഇൻപുട്ട് ആണ്. സോ ഈ 4 വോൾട്ട് എവിടേക്കാണ് വരുന്നത്? സെക്കൻഡ് സ്റ്റേജിന്റെ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലാണ് വരുന്നത്. സോ സെക്കൻഡ് സ്റ്റേജ് ആംപ്ലിഫയർ എന്ന് പറയുന്നത് എന്ത് ആംപ്ലിഫയർ ആണ്? നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ അല്ലേ? ഇൻപുട്ട് നോൺ ഇൻവേർട്ടിംഗിലേക്കാണ് വരുന്നത്. ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് 1K, ഇൻപുട്ട് റെസിസ്റ്റൻസ് 1K ആണ്. സോ സെക്കൻഡ് സ്റ്റേജിന്റെ ഇൻപുട്ട് നമുക്ക് 4 ആയിട്ട് എടുക്കാം. സെക്കൻഡ് സ്റ്റേജിന്റെ ഗെയിൻ എന്തായിരിക്കും? സെക്കൻഡ് സ്റ്റേജിന്റെ ഗെയിൻ എന്തായിരിക്കും? നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. 1 + RF/RI. RF ഈസ് 1K, RI ഈസ് 1K. സോ 1 + 1K/1K ദാറ്റ് ഈസ് ഗെയിൻ 2 കിട്ടും. സോ ഗെയിൻ നമുക്ക് എത്ര കിട്ടും? 2 കിട്ടും. സോ ഗെയിൻ 2 ആണ്. അതിലേക്ക് വരുന്ന ഇൻപുട്ട് 4 ആണെങ്കിൽ വി ഔട്ട് എന്തായിരിക്കും? ഗെയിൻ ഇൻറ്റു ഇൻപുട്ട്. ഗെയിൻ ഈസ് 2, ഇൻപുട്ട് ഈസ് 4. സോ വാട്ട് ഈസ് ആൻസർ? 8 വോൾട്ട്. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 8 വോൾട്ട് ആണ് ഇതിൻ്റെ ആൻസർ. സോ ഓപാംപ് ആപ്ലിക്കേഷൻസ് എന്നുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഫോർ മോർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വൺസിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് ഫോളോ ചെയ്യുക. സോ താങ്ക് യു ആൾ.